Good morning, everyone. Welcome to our 24/7 Malayalam channel. This is Rindu Sebastian, and welcome to the Hindu editorial analysis of 23rd November 2022. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും ഉള്ള സെഷനാണ് നമ്മുടെ. അപ്പം നമുക്ക് ഇന്നലെ ദിവസം ഒരു ദിവസം നമ്മൾ മിസ്സായല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടണം. അതുപോലെ നമ്മുടെ ഡെയിലി ഉള്ള സെഷനാണ്, നിങ്ങൾക്ക് അറിയാലേ. നമ്മൾ റീഡിംഗ് എബിലിറ്റി, നമ്മുടെ ജനറൽ അവയർനെസ്, എന്താണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് ന്യൂസ്, അതിനെപ്പറ്റി നമുക്ക് നോക്കാം. വൊക്കാബുലറി പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് എല്ലാം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് വിടണം. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് സെഷനിൽ കൂടെ മിസ് ഔട്ട് ആക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. മൺഡേ ടു സാറ്റർഡേസ് നമ്മൾ രാവിലെ 8:30 മണി മുതൽ 9:30 വരെയുള്ള സെഷനാണ് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. താമസിപ്പിക്കാതെ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ആർട്ടിക്കിൾ. സ്ഥിരമായിട്ട് പറയുന്ന പോലെ നമുക്ക് 2 ആർട്ടിക്കിളുള്ള ഇന്നത്തെ 2 ആർട്ടിക്കിളും ശരിക്കും ഞാനിങ്ങനെ ഡൗട്ട് അടിച്ചു ഏത് ആർട്ടിക്കിൾ കൊടുക്കണം. കാരണം 2 ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആർട്ടിക്കിൾ നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലിനെ പറ്റിയാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലിനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു അന്നത്തെ ആ ബില്ല് ക്യാൻസൽ ആയി പോയി. എന്നിട്ട് ഇപ്പോൾ പുതിയൊരു ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് വേണം എന്നുള്ള അതിന്റെ അത്യാവശ്യം, അതൊരു ഇമ്പയറേറ്റീവ് ആണ്, അത് വളരെ ക്രൂഷ്യൽ ആണ് എന്ന ഒരു ഡിമാൻഡുമായിട്ട് ഇന്ന് ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലിനെ പറ്റി ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആൻഡ് അടുത്ത ആർട്ടിക്കിൾ ഇസ് അബൌട്ട് നമ്മുടെ നാഷണൽ എന്താ പറയുക സൂസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജിയെ പറ്റിയാണ്. അപ്പോൾ അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലാത്തൊരു ആസ്പെക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ സൂസൈഡ് റേറ്റ് കൂടി വരികയാണ്. അതായത് എന്താ പറയുക, നമ്മൾ സൂസൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആത്മഹത്യയുടെ റേറ്റ് കൂടി വരികയാണ്. ആ എന്ത് റീസൺ ആണെന്ന് പലതും അറിയാതെ പോകുന്നുണ്ട്. കുറെ റീസൺസ് നമുക്ക് അറിയാവുന്ന റീസൺസ് ഉണ്ട്, ചിലത് അറിയാതെ പോകുന്ന അൺനോൺ റീസൺസ് ആയിട്ടും പോകുന്നുണ്ട്. അപ്പൊ ഈ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇടപെടുന്നു. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റിൽ, ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് കൂടുതലായിട്ടും ആത്മഹത്യ അല്ലെ സൂസൈഡ് റേറ്റ് കൂടുന്നു എന്നൊക്കെയുള്ള ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. അപ്പൊ 2 ആർട്ടിക്കിളിനും ഇമ്പോർട്ടൻസ് ആണ്. റീഡിംഗ് എബിലിറ്റിക്ക് അല്ലെ റീഡിംഗ് കോംപ്രഹെൻഷന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ആർട്ടിക്കിൾ. പക്ഷെ നമ്മുടെ പ്രൈവസി പ്രൊട്ടക്ഷൻ ബില്ലിനെ പറ്റി ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതിനാൽ അത് നമുക്കൊരു ന്യൂ ആസ്പെക്ട് അല്ലാത്തതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ നാഷണൽ സൂസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് റീഡ് ആൻഡ് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ പറയുന്ന നാഷണൽ സൂസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി ആൻഡ് വാട്ട് ആർ ദ കോസസ്, വാട്ട് ആർ ദി കോൺസിക്വൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ സ്റ്റാർട്ട് അല്ലേ, എല്ലാത്തിനും മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കോട്ട്. നമ്മുടെ കോട്ട് ഇല്ലാതെ എന്തൊരു ഇതാണ്, നമുക്ക് കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ കോട്ട് ഇതാണ്: opportunities are like sunrises. If you wait too long, you miss them. അല്ലെ, നമ്മൾ രാവിലെ ചിലരോട് ചോദിക്കാറുണ്ടല്ലേ, സൺറൈസ് കണ്ടോ നീ? സൺറൈസോ? എപ്പോഴാ സൺറൈസ്? ബിക്കോസ് നമ്മുടെ പ്രത്യേകത എന്താണ്, മോർണിംഗ് പേഴ്സൺസ് അല്ലെങ്കിൽ യു ഓൾവേസ് മിസ് ദ സൺറൈസസ്. എപ്പോഴും എന്താണ് ഉദയ സൂര്യനെ കാണാൻ പറ്റാറില്ല. എന്തുകൊണ്ടാ? രാവിലെ നേരത്തെ എണീക്കണം, അതെനിക്കൊരു ടൈമുണ്ട് ഹാസ അല്ലെ. അപ്പോ ഈ ഓപ്പർച്യൂണിറ്റീസ് അതുപോലെയാ. നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സൺ റൈസ് ചെയ്ത് അതിന്റെ പാട്ടിനങ്ങ് പോകും. നമുക്ക് വേണ്ടിയിട്ട് സൺറൈസ് ഒരിക്കലും വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല അല്ലെ. സമയമാവട്ടെ, അവൻ എണീക്കട്ടെ, അല്ല അവൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അവൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. അതുപോലെയാണ് നമ്മുടെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾ മിസ്സാക്കി കളയാറുണ്ട് അല്ലെ. കാര്യം വേറൊന്നുമല്ല, ഒന്നെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ്, ചില സമയത്ത് നമ്മൾ മിസ് ഔട്ട് ആയി കളയുന്നതുകൊണ്ടാണ്. നമുക്ക് പേടിയാ, കോൺഫിഡൻസ് ഇല്ലായ്മ ഒന്ന്, ചില സമയത്ത് പേടി, ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രജുഡിസ് കാരണമാണ്, ഇത് അങ്ങനെയുള്ളതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാ എന്നൊക്കെ നമ്മുടെ ഒരു മുൻവിധി ഉണ്ട്. പലപ്പോഴും നമ്മുടെ മുൻവിധി, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫിസിക്കലായ ഫാക്ടേഴ്സ് ആകാം, ചിലപ്പോൾ നമ്മുടെ ഫിസിക്കൽ അല്ല, ചിലപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ്, ചിലപ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്താഗതി കൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മളെ ബാക്ക് ഔട്ട് ആക്കി നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ വിട്ടുകളയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക, വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു ഹാവ് മിസ്ഡ്, അതിനെപ്പറ്റി ആലോചിച്ച് നോക്കുക. ആൻഡ് ഇനി അങ്ങനെ പാടുമോ, ഇനി അതിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കുക. ദിസ് മസ്റ്റ് ബി യുവർ തോട്ട് ഫോർ ടുഡേ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന 24/7 മലയാളം ചാനൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ആപ്പ് പോയി പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്, പോയി ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യാം.
സബ്ജക്ട് വൈസ് ആയിട്ടും എക്സാം വൈസ് ആയിട്ട് നിങ്ങൾക്ക് ക്വിസസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് കിട്ടും, ജോബ് അലേർട്സ് കിട്ടും. അപ്പൊ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുക, അവസരങ്ങൾ മിസ് ഔട്ട് ആക്കാതിരിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അഡാപ്റ്റഡ് ഫോഴ്സ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, കുറെ നാളെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നമുക്ക് എല്ലാ ക്ലാസ്സിലും ഇവിടെ ഉണ്ട്. കാരണം നമ്മൾ SSC പഠിക്കുന്നവരാണോ, ബാങ്കിങ് പഠിക്കുന്നവരാണോ, കേരള PSC പഠിക്കുന്നവരാണോ, നിങ്ങൾ ഏത് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകൾ, PYQ സെഷൻസ്, എക്സാം അനാലിസിസ്, അതുപോലെ തന്നെ ഓരോ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് നിങ്ങളിലോട്ട് എത്തിക്കുന്നു, ഡീറ്റെയിൽസ് ഓറിയന്റഡ് ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട്, എഡിറ്റോറിയൽ സെഷൻ ഉണ്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സ് സെഷൻ ഉണ്ട്, എന്നും നിങ്ങൾക്ക് ഉപകാരപ്രദമായ സെഷൻസ് ഉണ്ട്. അത് യൂട്യൂബിലെ ഫ്രീ ക്ലാസ്സുകളാണ്. അപ്പോൾ പരമാവധി ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരട്ടെ അല്ലെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ ആർട്ടിക്കിളിലുള്ള ഫ്രേസൽ വെർബ്സും വൺ വേർഡ്സും ഇഡിയംസും ആദ്യം നോക്കാം. എന്നിട്ട് വൊക്കാബുലറി ബാക്കി സിനോണിംസ്, ആന്റണിംസ്, മറ്റു വാക്കുകളിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ ആയ ആർട്ടിക്കിൾ നോക്കാം ആൻഡ് സ്പോട്ട് ദ ക്വസ്റ്റ്യനിലോട്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. സുഖാണ്? യെസ്, ഇന്നലെ ഒരു അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ട വന്നു, അതുകൊണ്ട് അതും പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് എനിക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രാത്രി അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ രാത്രി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ഇനി നാളെ എഡിറ്റോറിയൽ എടുക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ ടെക്നിക്കൽ ടീമിനെ വിളിച്ച് പറഞ്ഞിരുന്നു, ഇന്നലെ അറേഞ്ച് ചെയ്യേണ്ട സെഷൻ അറേഞ്ച് ചെയ്യേണ്ട, ഞാൻ നാളെ രാവിലെ എടുക്കണില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഹാഫ് ഡേ ലീവ് ഒക്കെ എടുത്ത് ഞാനങ്ങ് പോയതാ. അപ്പൊ എനിവേസ് ലെറ്റ്സ് സ്റ്റാർട്ട്. കോൾ അറ്റൻഷൻ ടു. നമുക്ക് കേട്ട് പരിചയമുണ്ടല്ലേ, മറ്റൊരാളുടെ ശ്രദ്ധ ഒരിടത്തേക്ക് വിളിക്കുക, അതിനെയാണ് കോൾ അറ്റൻഷൻ ടു. ഇഫ് യു കോൾ ദ അറ്റൻഷൻ ഓഫ് സംബഡി ടു ദിസ്, ഇതിലേക്ക് വിളിക്കുക, ലെറ്റ് മീ കോൾ യുവർ അറ്റൻഷൻ ടു ദിസ് വേർഡ്, ഞാൻ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ ഈ ഒരു വേർഡിലോട്ട് കൊണ്ടുവരട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ ലെറ്റ് മീ കോൾ യുവർ അറ്റൻഷൻ ടു ദിസ് തോട്ട്, ഈ തോട്ടിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ ഒന്ന് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ യു കോസ് പീപ്പിൾ ടു നോട്ടീസ്, ശ്രദ്ധിക്കൂ അല്ലെ. ആ നിങ്ങൾ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരുവാണ്, ഒരാളുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ കാരണമാകുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾ അറ്റൻഷൻ ടു സംതിങ് ഓർ കോൾ അറ്റൻഷൻ ടു സംബഡി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതാണ് കോൾ അറ്റൻഷൻ ടു. ഓർത്ത് വെച്ചോണേ, ദാറ്റ് ഇസ് കോൾ അറ്റൻഷൻ ടു. നമ്മുടെ അല്ലെ, അതൊരു നിങ്ങൾക്കറിയാം, ഇതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. കോൾ അറ്റൻഷൻ ടു എന്ന് പറഞ്ഞാൽ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ. കാരണം കോളും അറ്റൻഷനും സെപ്പറേറ്റ് മീനിങ്ങുമാണ്. പക്ഷെ അത് ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ മീനിങ് വളരെ സിമ്പിൾ ആണ്. ഇതൊരു ഡെയിലി ലൈഫ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്ക് കോമൺ ആയ ഒരു എക്സ്പ്രഷൻ അല്ലെ. കോൾ വൺസ് അറ്റൻഷൻ ടു സംബഡി എന്നൊക്കെ പറയുമ്പോൾ സംതിങ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. അറിയില്ലാത്തവർക്ക് ഇത് പുതിയതായിരിക്കും, നോട്ട് ഇറ്റ് ഡൗൺ. അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് കോമൺ ഐ ഗസ്. പിന്നെ ടേക്ക് ഇൻ ടു അക്കൗണ്ട്, ലെറ്റ് മീ ടേക്ക് ദിസ് ഇൻ ടു അക്കൗണ്ട്. ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. നമ്മൾ പറയില്ലേ പ്ലീസ് ടേക്ക് ദിസ് ഇൻ ടു അക്കൗണ്ട്. സാർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയും ഇതുകൂടെ ഒന്ന് മുഖവരയ്ക്ക് എടുക്കണേ അല്ലെ. മലയാളത്തിൽ നമ്മൾ പറയും മുഖവരയ്ക്ക് എടുക്കുക, ദാറ്റ് ഇസ് ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഇതാണ് മുഖവരയ്ക്ക് എടുക്കുക. അതായത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യത്തെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, അതിനെ നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട്, അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നതിനെയാണ് ടേക്ക് ഇൻ ടു അക്കൗണ്ട്. കൺസിഡർ സംതിങ് വെൻ ടേക്കിംഗ് ഡിസിഷൻ. ആദ്യമായിട്ടല്ല പഠിക്കുന്നത് അല്ലേ, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. സോ ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കൺസിഡർ സംതിങ് വെൻ ടേക്കിംഗ് ഡിസിഷൻ. നമ്മൾ എല്ലാവരും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ മുഖവരയ്ക്ക് എടുക്കുക അല്ലെ, അതിനെയാണ് ടേക്ക് ഇൻ ടു അക്കൗണ്ട്. കൺസിഡർ ചെയ്യുക, അതിനെപ്പറ്റി ആലോചിക്കുക കൃത്യമായിട്ട്, ദാറ്റ് ഇസ് ടേക്ക് ഇൻ ടു അക്കൗണ്ട്. അടുത്ത നോക്കി, റോൾ ഔട്ട്. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ വാക്സിനെ പറ്റി പറഞ്ഞപ്പോൾ അന്ന് തുടങ്ങി പഠിച്ചത് ഒരു കാര്യമാണ് റോൾ ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ 6-7-8 മാസമായി. അത് കഴിഞ്ഞിട്ടും നമ്മൾ ഈ റോൾ ഔട്ട് ഡെയിലി ലൈഫിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. റോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു പുതിയൊരു സർവീസോ അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നതിന് നമുക്ക് വിളിക്കാം റോൾ ഔട്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് പീപ്പിൾ. എല്ലാവർക്കും സെന്റൻസ് മേക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആണ്. അതുപോലെ തന്നെ എല്ലാവരും സെന്റൻസ് മേക്ക് ചെയ്തോളൂ. ലെറ്റ്സ് മൂവ് അല്ലെ. അപ്പം റോൾ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാണ് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ, അതിനെയാണ് നമ്മൾ റോൾ ഔട്ട് എന്ന് പറയാം. മറക്കണ്ടേ, ദാറ്റ് ഈസ് റോൾ ഔട്ട്. അടുത്ത നോക്കി, കം അപ്പ് വിത്ത്. ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ടേ, കം അപ്പ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുവരിക അല്ലെ ഡിവൈസ് ചെയ്യുക. ഒരു കാര്യം പ്ലാൻ ഇട്ട് മുന്നോട്ട് കൊണ്ടുവരിക, പ്രൊഡ്യൂസ് ചെയ്യുക, പ്രൊപ്പോസ് ചെയ്യുക എന്നൊക്കെ അതിന്റെ അർത്ഥമുള്ളൂ. കം അപ്പ് വിത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഹി കെയിം അപ്പ് വിത്ത് ദി ഐഡിയ. അയ്യോ, ഞാൻ കൊണ്ടുവന്ന ഐഡിയ അല്ല കേട്ടോ, ഇത് അവന്റെ ഐഡിയ. ഹി കെയിം അപ്പ് വിത്ത് ദി ഐഡിയ. അവനാണ് ഈ ഒരു ഐഡിയ മുന്നോട്ട് കൊണ്ടുവന്നത്. പ്രപ്പോസ് ചെയ്ത് ഇവനാണ് ഈ ഐഡിയ പ്രപ്പോസ് ചെയ്ത്, ഇവനാണ് ഈ ഐഡിയ ഡിവൈസ് ചെയ്തത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് കം അപ്പ് വിത്ത് എന്ന് പറയാം. ഓർത്തോണെ, കം അപ്പ് വിത്ത് മീൻസ് പ്രൊഡ്യൂസ്
ഡിവൈസ് അല്ലെങ്കിൽ പ്രപ്പോസ് എന്ന് ആണ് ഈ കം അപ്പ് എന്ന് പറയാം. അതും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വെർബ് ആണ്. നോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, ഒന്ന് നോട്ട് ചെയ്തോളൂ, ബിക്കോസ് ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബ് ആണ്. ആൻഡ് അടുത്ത amount to something. പേര് പോലെ തന്നെ amount to something എന്ന് പറഞ്ഞാൽ be in total, ഇങ്ങനൊരു അതിന്റെ ഒരു ആകത്തുക ഇങ്ങനെയാണ്, it amounts to, ഇങ്ങനെ ഒരു കാര്യം ഇതിന്റെ ബലമായിട്ട് ഇങ്ങനെ വന്നു ചേർന്നു അല്ലെ, be equal to അല്ലെങ്കിൽ be in total, ഇന്നൊരു ആകത്തുക ഇതാണ് it amounts to. നമ്മൾ പറയില്ലേ എത്രയായി, it amounts to ഇന്നത് എന്ന് നമ്മൾ പറയും. ആ ഒരു എമൗണ്ട് ഇത്ര ആയി അല്ലെങ്കിൽ ടോട്ടൽ ഇത്ര തുകയായിട്ടോ എന്ന് പറയാനും എമൗണ്ട് ടു പറയും. അല്ലാതെ amount to it amounts to this എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമുണ്ട്, ഇന്ന കാര്യത്തിന്റെ അതേ സാധനം സെയിം അതിലോട്ട് വന്നു ഇത്, ദാറ്റ് ഇസ് amount to. be equal to something എന്നൊരർത്ഥവും amount to ഉണ്ട്, ഓർത്ത് വെച്ചോണേ. amount to something എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ be in total എന്നുണ്ട്, be equal to something എന്നുണ്ട്, ഓർത്ത് വെച്ചോളാം. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ? അടുത്ത് നോക്കിയേ, call for something. കോൾ ഫോർ കേട്ടിട്ടുണ്ടല്ലേ, നമ്മുടെ ഓതറിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രേസൽ വെർബ്, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. റിക്വയർ, ഡിമാൻഡ് എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. കോൾ ഫോർ സംതിങ്, ദിസ് സിറ്റുവേഷൻ കോൾസ് ഫോർ സെലിബ്രേഷൻ. ആഹാ അടിപൊളി, റിസൾട്ട് വന്നോ, ആഹാ നിനക്ക് നീ ലിസ്റ്റിലുണ്ടോ, നല്ല കാര്യം. ഇറ്റ് കോൾസ് ഫോർ എ സെലിബ്രേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ അതായത് ഇറ്റ് ഡിമാൻഡ്സ് ഓർ ഇറ്റ് റിക്വയർസ്, വേണം ഒരു സെലിബ്രേഷൻ ആവശ്യം നമുക്ക് ഇവിടെ ഉണ്ട്, ആവശ്യകത ഉണ്ട്, ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, റിക്വയർ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഇസ് കോൾ ഫോർ. ഫ്രേസൽ വെർബ് ആണ് കോൾ ഫോർ. അടുത്ത നോക്കിയേ, ഇന്നൊരു പുതിയൊരു വൺ വേർഡ് നമുക്ക് പഠിക്കാം, ഫിഡ്യൂഷ്യറി. ഫിഡ്യൂഷ്യറി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ ഉള്ള ഒരു വാക്കാണ് ഫിഡ്യൂഷ്യറി. ഫിഡ്യൂഷ്യറി എന്ന് പറഞ്ഞതാണ് വൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് മോണിറ്ററി ഡിസിഷൻസ് ഫോർ സംബഡി എൽസ്. വേറൊരാൾക്ക് വേണ്ടി മോണിറ്ററി ഡിസിഷൻസ് എടുക്കുന്ന ഒരാളെ നമുക്ക് വിളിക്കാം, അതിനുവേണ്ടി റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളെ നമുക്ക് വിളിക്കും ഫിഡ്യൂഷ്യറി. നമുക്ക് ഇതിനെ വേണം വൺ വേർഡ് ആയിട്ട് ട്രസ്റ്റി എന്നൊക്കെ വിളിക്കാം കേട്ടോ, ട്രസ്റ്റി എന്നൊക്കെ നമുക്ക് വിളിക്കാം. കാര്യം ഒരാളുടെ മോണിറ്ററി ഡിസിഷൻസ് എടുക്കാൻ ഉത്തരവാദിത്തം ഉള്ള ഒരാളെയാണ് നമ്മൾ എന്ന് വിളിക്കാം, ഫിഡ്യൂഷ്യറി എന്ന് വിളിക്കാം. അപ്പൊ ട്രസ്റ്റി എന്ന് വിളിക്കാം ഓഫ് കോഴ്സ്, അതല്ലാതെ വൺ വേർഡ് നിങ്ങൾ ഓർത്ത് വെച്ചോ, എക്സാമിന് വല്ലതും ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ ഇന്ന ഇതിൽ നിന്ന് മാത്രമേ വരുള്ളൂ ഫ്രേസൽ വെർബ് എന്നൊന്നുമില്ല അല്ലെ. അയ്യോ മെഡിക്കൽ ടേംസ് മാത്രമേ ഫ്രേസൽ വെർബ് വരുള്ളൂ, അല്ലെങ്കിൽ ഇക്കണോമിക് ടേംസ് മാത്രമേ വരുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇക്കണോമിക്സ് എന്ന് വരാം, മെഡിക്കൽ ടേംസ് വരാം അല്ലെ, എന്ത് ഫോബിയ വേർഡ്സ് വരാം, മാനേ വേർഡ്സ് വരാം, എന്ത് വേണമെങ്കിലും വൺ വേർഡ് ചോദിക്കാം അല്ലെ. അല്ലെങ്കിൽ പിന്നെ ഈ വൺ വേർഡ് ലൈക്ക് നോട്ട് ഏബിൾ ടു കം അപ്പ് വിത്ത് എൻ ഐഡിയ, അല്ലെങ്കിൽ നോട്ട് ഏബിൾ ടു കോൺകർ അല്ലെ, ഇൻഡിഫെൻസിബിൾ, നോട്ട് ഏബിൾ ടു അഗ്രി വിത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമില്ലേ, അതെല്ലാം വരാം. വൺ വേർഡ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. അപ്പൊ നമ്മൾ വൺ വേർഡ് കിട്ടുന്ന വൺ വേർഡ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക ആൻഡ് മേക്ക് സെന്റൻസ് ഔട്ട് ഓഫ് ഇറ്റ്. ഇത് വെച്ച് സെന്റൻസ് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കുക. അടുത്ത ദിവസവും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക, റീറ്ററേഷൻ. അത് മാത്രമാണ് നിങ്ങൾക്ക് വേർഡ്സും ഫ്രേസൽ വെർബ്സും ഒക്കെ പഠിച്ചിരിക്കാനുള്ള ഒരേ ഒരു മാർഗം. എനിക്ക് പറയാനുള്ള കാര്യം ഇതേ ഉള്ളൂ, സെന്റൻസ് മേക്ക് ചെയ്യുക ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലൂടെ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ഈ പറയുന്ന വാക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക അല്ലെ, കുട്ടിന് പേര് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ ഈ വാക്കുകൾ വരട്ടെ. ഇഫ് യു ആർ ടോക്കിംഗ് മലയാളം സംസാരിച്ചാൽ ഇതേ സാധനം വരണം അല്ലെ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ വരാം. ഇംഗ്ലീഷ് ഡെയിലി സംസാരിക്കുന്നവരാണെന്നല്ല ഞാൻ പറയുന്നത്, അറിയാലോ നമ്മൾ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ അറിയാതെ ഒന്നോ രണ്ടോ ഇംഗ്ലീഷ് വാക്കുകളും കൂടി എടുത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ അതായത് ഇന്റൻഷനലി ചെയ്യണം കേട്ടോ, അത് പ്ലാനിട്ട് തന്നെ ചെയ്യണം, അല്ലാതെ അറിയാതെ അങ്ങ് വന്നു പോകുന്നതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ വന്നു പോകുന്ന. കാരണം നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കണം, നമ്മൾ തന്നെ ഇന്റൻഷൻ എടുക്കണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. അല്ലെങ്കിൽ വേറെ ഒരാൾ നമുക്ക് ഇത് കൊണ്ടു തരത്തില്ല. മറ്റുള്ളവരൊക്കെ നമ്മളെ കളിയാക്കും, പക്ഷെ നമുക്കറിയാം നമുക്കൊരു ഇന്റൻഷൻ ഉണ്ട്, നമുക്കൊരു പേർപ്പസ് ഉണ്ട്, നമുക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തന്നെ നോക്കണം. വേറെ ആരും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഹെൽപ്പ് ചെയ്യുന്ന ഇൻ ദ സെൻസ് നമുക്കൊരു പറഞ്ഞു തരാൻ പറ്റും, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ഓർത്ത് വെച്ചോളാം. സോ നമുക്ക് നോക്കാം. The presence of an elephant while rolling out a new product called attention to it. Okay, that's great. Attendant enforcement rolled up special package on Diwali. All right, that's great. Robbers called attention to the police. Okay, to a fire breakout to rob a bank. അവിടെ ഇങ്ങനെ കൊടുക്കണം അമല. അവിടെ ഒരു ചെറിയ വ്യത്യാസം ഞാൻ പറഞ്ഞ, റോബേഴ്സ് കോൾ ദി അറ്റൻഷൻ ഓഫ് പോലീസ്, അവിടെ കോൾ ദി അറ്റൻഷൻ ഓഫ് പോലീസ് കേട്ടോ, കോൾ ദി അറ്റൻഷൻ ഓഫ് പോലീസ് ടു എ ഫയർ ബ്രേക്ക് ഔട്ട് ടു റോബ് എ ബാങ്ക്. ഓക്കെ, അവിടെ ദ പോലീസ് എന്ന് കൊടുക്കണ്ട, അവിടെ ദ പോലീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. Shiny, good morning. You should come up with good results. That's great. Nowadays people did crimes too. വരില്ല ഐശ്വര്യ. അതെന്താ നവഡേയ്സ് എന്ന് പറയുമ്പോൾ തന്നെ പ്രസന്റൻസ് ആയി, അതിലൂടെ ഡിഡ് പറ്റില്ല. നവഡേയ്സ് പീപ്പിൾ ഡു ക്രൈംസ്, ഓർ പീപ്പിൾ ഡു എന്ന് തന്നെ പറയരുത്, അതിന് കൃത്യമായിട്ടൊരു വേർബ് ഉണ്ട്, കമ്മിറ്റ് ചെയ്യുക കേട്ടോ. പീപ്പിൾ കമ്മിറ്റ് ക്രൈംസ് ടു കോൾ അറ്റൻഷൻ ടു ദം.
Okay. Okay. ശ്രദ്ധയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. That's great. Tamil Nadu CM rolled out. നോക്കിയേ double R അറിയാതെ വന്നു പോയതായിരിക്കും അല്ലേ? Out a scheme for providing breakfast to students by taking into account that breakfast should not be skipped. That's great. You should take into account the pitfall in the idea that he came up with. That's great. The High Court of Kerala called its attention of the government to the poor quality of the roads. Great. We should take into account his opinion on this matter. That's great. The culprits called for assets in order to acquit her. That's great. Rahul, good morning. നീ ഇന്നാള് പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അറിയാതെ വന്നുപോയതായി വഴിക്കുന്നത്. മോർണിംഗ് സെഷൻ എന്താ രാഹുൽ അല്ലെ? മോർണിംഗ് സെഷനിൽ രാഹുലിന് എന്താ കാര്യം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ രാഹുൽ ഈ പറഞ്ഞ ഡയലോഗ്. പിന്നെ എന്നുണ്ടല്ലോ രാഹുൽ. I'm so glad that you're here. Good morning. The minister called for explanation from the collector. That's great. She called for a salary hike because she had came up with new ideas for the beneficial അല്ല for the എന്ന് പറയുന്ന definite article അല്ല അമല, beneficial എന്ന് പറയുന്ന adjective അല്ലേ, the കൂടെ adjective അല്ല വരണ്ടേ, the കൂടെ noun വരണം അല്ലേ, for the benefit of company, benefit noun, beneficial adjective കേട്ടോ. The company called for new employees for their new department. That's great. While carrying out the project, government must take into account the large-scale capital requirement and raw material availability. That's great. She called the attention of police to strife happened between students in street. To the അവിടെ the വേണം കേട്ടോ സുമി, അവിടെ to the strife എന്ന് കൊടുക്കുക, to the strife. കാരണം വെച്ചാൽ അവിടെ between എന്ന് പറഞ്ഞ് between the students and happen between the students in street ആണ്. അപ്പം ആ കുട്ടികൾ തമ്മിലുണ്ടായ ആ വഴക്ക് എടുത്തു പറയണം അവിടെ, the strife കേൾക്കണം, അവിടെ definite article ആവശ്യമുണ്ട്. He come up with an adventure with a adventure trip. ലക്ഷ്മി അവിടെ രണ്ട് തെറ്റ്, ഒന്ന് he subject, അപ്പോ സബ്ജക്റ്റിന് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ കൊടുക്കണ്ടേ, അപ്പൊ comes up with, he comes up with a adventure trip അല്ല an adventure trip. adventure സ്പെല്ലിംഗ് പ്രൊനൗൺസിയേഷൻ നോക്കിയേ, adventure സൗണ്ടാ, വവൽ സൗണ്ടാ, വവൽ സൗണ്ടിന് ആൻ കൊടുക്കണം. കോൺസണന്റ് സൗണ്ടുകൾക്ക്, ഹാർഡ് സൗണ്ടുകൾക്ക്, കോൺസണന്റ് സൗണ്ടുകൾക്ക് നമ്മൾ എ കൊടുക്കുന്നു, വവൽ സൗണ്ടിന് അല്ലെ സോഫ്റ്റ് സൗണ്ടുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ആൻ കൊടുക്കുന്നു. മാറിപ്പോരുതേ. ക്ലിയർ നന്ദന, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ക്ലിയർ ആണല്ലോ, എല്ലാ ഇഡിയംസും phrasal verbs one words ഒക്കെ ക്ലിയർ ആണല്ലോ, അതിലൊന്നും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. In the reign of Jawaharlal Nehru. That's great, that's great. All right. അപ്പോൾ ലൈവിലുള്ള പിള്ളേർക്ക് എന്തെടുക്കുക, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട പിള്ളേരെ. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സിലോട്ട് പോകാം. നമ്മുടെ മീനിങ്സ്, ഇഡിയംസ്, മീനിങ്സ്, ആന്റണിംസ്, അതുപോലെ തന്നെ കൺഫ്യൂസിംഗ് വേർഡ്സിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നോക്കണേ, മറന്നു പോരുത്. കോൾ അറ്റൻഷൻ ടു, ടേക്ക് അക്കൗണ്ട്, ടേക്ക് ഇൻ ടു അക്കൗണ്ട്, റോൾ ഔട്ട്, കം അപ്പ് വിത്ത്, amount to something, call for, അതുപോലെ തന്നെ fiduciary ഓർത്ത് വെച്ചോളാം കേട്ടോ. ഹമ മോളെ, ഗുഡ് മോർണിംഗ്. മൈ ടീച്ചർ steered me to roll out a new project. That's great. Directed me അല്ലേ. അയ്യോ, എന്റെ നെറ്റ് കിടന്ന് ഓടിക്കളിക്കുവാണോ? എനിക്ക് പ്രശ്നമാണോ അതോ മൊത്തത്തിൽ പ്രശ്നമാണോ? നെറ്റ് പോയിരിക്കുമോ? ഞാൻ തിരിച്ചു വന്നെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ ലെറ്റ്സ് മൂവ് ഓൺ. നമുക്കൊന്ന് മൂവ് ഓൺ ചെയ്യാം അല്ലേ? ക്ലിയർ ആണോ ഞാൻ? അപ്പൊ നമുക്ക് എന്തായാലും മൂവ് ഓൺ ചെയ്യാം. ലെറ്റ്സ് മൂവ് ദ നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റിലോട്ട് പോവാം. നമ്മുടെ വേർഡ്സ്. അപ്പൊ നമുക്ക് 15% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കുള്ളവരെ മറക്കണ്ട. അതുപോലെ നമുക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സൂര്യാസ്തമയം എന്റെ മനസ്സിലോട്ട് വരുന്നത്, തുടക്കം സൺറൈസ് പോലെ മിസ് ഔട്ട് ആക്കി കളയരുത് നിങ്ങൾ അല്ലെ. സൺറൈസ് കാണാന്ന് വിചാരിച്ച സമയം കളയരുത്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് വരും, വന്നുകൊണ്ടിരിക്കും, അത് സമയം കഴിയും പോകും. അപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുക. എസ്പെഷ്യലി DRDOയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് 10th ലെവൽ, +2 ലെവൽ, അതുപോലെ ഡിഗ്രി ലെവലുകളുണ്ട്. ബട്ട് ട്രാൻസ്ലേറ്റർ കോഴ്സ് അല്ലാതെ ബാക്കിയുള്ള ഒഫീഷ്യൽ പോസ്റ്റിനൊക്കെ 10th +2 ലെവൽ മതി. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ പോയിന്റ്. എന്നിട്ട് കാര്യം 7ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ചെയ്യുക DRDO പോസ്റ്റിലോട്ട്. എന്നിട്ട് എക്സാമിന് പഠിച്ചു തുടങ്ങുക. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 30ാം തീയതി. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഡിസംബർ 7ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. 2400 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. Y314 എന്ന കോഡ് ഉപയോഗിക്കാം കേട്ടോ. 15% ഡിസ്കൗണ്ടിൽ കോഴ്സ് കിട്ടും. അതുപോലെ തന്നെ SSC GDയുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. നവംബർ 16ാം തീയതി നമ്മൾ ക്ലാസ് ആരംഭിച്ചാണ്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കാര്യം നമുക്ക് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി അനുസരിച്ച് പഠിച്ചു പോയാൽ GD നമ്മുടെ കയ്യിലിരിക്കും. ഫോഴ്സസിലുള്ള ജോലിയാണ്. അപ്പം ഉഷാറായിട്ട് പഠിക്കുക. അത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അറിയാലോ. SSC GD അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ട്. നവംബർ 30ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഫോർ GD. അപ്ലൈ ചെയ്യാത്തവര് അപ്ലൈ ചെയ്യുക, എന്നിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. മറ്റുള്ളവർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അറിയാലോ, കോഡ് Y314 2400 രൂപയ്ക്കുള്ളിൽ കോഴ്സ് കിട്ടും. കോഡ് അപ്ലൈ ചെയ്താൽ കേട്ടോ. 15% ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ കോഡ് അപ്ലൈ ചെയ്യണം കേട്ടോ. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇന്നത്തെ വാക്ക് നോക്കിയേ. ആദ്യത്തെ വേർഡ്
കാസ്കേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗൺ ആയിട്ടും വേർബ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം അല്ലേ നമ്മുടെ വാട്ടർഫോൾ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കാസ്കേഡ്. ഒരുപാടല്ല കേട്ടോ, ഇറ്റ്സ് നോട്ട് എ ടൊറന്റ്, അല്ലെങ്കിൽ ടൊറന്റ് ആയിട്ടല്ലെങ്കിൽ ഫ്ലഡ് പോലെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. വലിയൊരു ടൊറന്റോ അല്ലെങ്കിൽ ഒരു ഫ്ലഡോ അങ്ങനെ വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല, ചെറിയൊരു വെള്ളച്ചാട്ടം, ചെറിയ അരുവി എന്നൊന്നും പറയില്ല, ചെറിയൊരു വെള്ളച്ചാട്ടം അല്ലേ. നമ്മളിപ്പം മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ചുരമൊക്കെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അറിയാം, നമുക്ക് വയനാടൊക്കെ ആയതുകൊണ്ട് ചുരം അറിയാം, അല്ലാത്തവർ എനിക്ക് അറിയത്തില്ല, യാത്രയ്ക്ക് പോകുമ്പോൾ അറിയില്ല, ചുരത്തിലൂടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം വരില്ലേ, അതിനെയാണ് കാസ്കേഡ് എന്ന് പറയാം. അപ്പൊ കാസ്കേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴുകി ഇറങ്ങുക, പോർ, ഗഷ്, സർജ്, ഫ്ലോ എന്നർത്ഥം വരും. അപ്പൊ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടമാണ്, ചെറിയൊരു വെള്ളച്ചാട്ടം. അപ്പോ അതിനാണ് നമ്മൾ വിളിക്കുന്നത് എന്ത് പറയാ, കാസ്കേഡ് എന്ന് പറയാം. നൗൺ ആയിട്ട് ഉപയോഗിക്കും, അതേപോലെ വേർബ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാട്ടോ. കാര്യം കാസ്കേഡ് ഡൗൺ എന്നൊക്കെ പറഞ്ഞ യൂസേജ് സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു യൂസേജ് ആണ്. അതാണ് അപ്പൊ നമ്മുടെ കാസ്കേഡ് ഡൗൺ, കാസ്കേഡ്. റൈറ്റ്. അടുത്ത മലൈസ് കേട്ട് പരിചയം ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ നമ്മുടെ ലൈഫിൽ ഡോണ്ട് ബി സാഡ്, മലൈസസ് ഹാപ്പൻ, ലൈഫിൽ മലൈസ് വരാറുണ്ട് അല്ലെ. മലൈസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൺഹാപ്പിനെസ്, റെസ്റ്റ്ലെസ്നെസ്, അൺഈസിനെസ്. ഇത് മാത്രമല്ല, മലൈസ് എന്ന് പറഞ്ഞാൽ ട്രബിൾ, ലൈഫിലെ ബുദ്ധിമുട്ടുകൾ അല്ലെ, ലൈഫിൽ കുറെ കഷ്ടപ്പാടുകൾ, പ്രോബ്ലംസ് ഇൻ ലൈഫ് അല്ലെ, പ്രോബ്ലംസ് ആകാം, ട്രബിൾ ആകാം, ഇതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് മലൈസ് എന്നാണ്. ഓർത്തോണെ, പല മീനിങ്ങുകളുണ്ട് മലൈസ്. നിങ്ങൾ കേട്ട് പരിചയമുള്ള കോമൺ എക്സ്പ്രഷൻ ആണ് മലൈസ്. അൺഹാപ്പിനെസ്, റെസ്റ്റ്ലെസ്നെസ്, അൺഈസിനെസ്, അതുപോലെ തന്നെ പ്രോബ്ലം, ട്രബിൾ എന്നൊക്കെ നമുക്ക് നമ്മുടെ മലൈസ് എന്ന വാക്കിന് പറയാം. ഓർത്തോണം കേട്ടോ. നോക്കട്ടെ. We should take into account to the earnings before we അല്ല, I should have to the earnings അല്ല കേട്ടോ, ഇങ്ങനെ കൊടുക്കണം. We should take into account of the earnings before we involve in this matter എന്ന് കൊടുക്കാം. Of the earnings കേട്ടോ, to the earnings അല്ല. DRDO ടൈപ്പിംഗ് അമ്മു DRDOക്ക് അപ്ലൈ ചെയ്തു, സ്റ്റെനോക്ക് അപ്ലൈ ചെയ്തു എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ സ്റ്റെനോ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നമ്മൾ സ്റ്റെനോ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റെനോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഹാൻഡ്സ് പഠിച്ചു വെച്ചോണം കേട്ടോ. സ്റ്റെനോയുടെ ഷോർട്ട് ഹാൻഡ്സ് ഒന്ന് പഠിച്ചു വെക്കുക. അറിയാവുന്ന ആരെങ്കിലോടും അല്ലെങ്കിൽ എങ്ങനെയും പോയി ഒരു കോച്ചിങ്, ചെറിയൊരു നാളത്തെ ഒരു കോച്ചിങ് എടുക്കുക. സ്റ്റെനോയുടെ കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് തവണ വരുന്ന എക്സാമുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് വേറൊരു ഗുണം. കാരണം വെച്ചാൽ ഷോർട്ട് ഹാൻഡ്സ് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം. World leaders call for fund giving to the countries those who are affecting natural calamities. Those who are affecting allalo, those are affected by those who are okay. Those who are okay. Countries those are affecting. Okay. Natural calamities due to climate changes. Changes alla climate change ullo ട്ടോ. Shiny. Her hair is like cascade എന്ന് പറയാവോ? പറയാം. Her hair is like cascade എന്ന് പറയാൻ തെറ്റൊന്നുമില്ല കേട്ടോ. His malaise caused him to fail in the interview. All right. The cascade slopping into the periphery of Ganga River is an eye-catching treat to tourists. Great, that's great. Hi Nandakishore, good morning. അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. ഡയർ. എന്താണ് ഡയർ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, he lives in dire poverty. ഡയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, എക്സ്ട്രീംലി സീരിയസ്. നമ്മൾ തമാശയായിട്ട് കളിക്കാൻ പറ്റില്ലേ, ഇറ്റ്സ് എ ഡയർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ extremely serious ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ഇറ്റ്സ് ലൈക്ക് എ ടെറിബിൾ സിറ്റുവേഷൻ റൈറ്റ് നൗ. ഡ്രെഡ്ഫുൾ, ഭയങ്കര മോശമായിട്ട് അവസ്ഥ വളരെ മോശമാണ്. വി ഹാവ് ടു ബി വിജിലന്റ്. വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഞാൻ തമാശ പറയല്ല എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഡയർ. ഡയർ എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ്സ് എ ഡയർ പ്രോബ്ലം, ഇറ്റ്സ് എൻ എക്സ്ട്രീംലി സീരിയസ് പ്രോബ്ലം, ഇറ്റ്സ് എ ടെറിബിൾ പ്രോബ്ലം, അർജന്റ് പ്രോബ്ലം. അതാണ് ഡയർ, DIRE. ഓർത്തോണം. ഡയർ വളരെ കോമൺ ആയിട്ട് സാധനമാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡയർ എന്ന വാക്ക്. അടുത്ത നോക്കിയേ, ഇത് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഗാഗൻട്വൻ അഡ്ജക്റ്റീവ് ആണ്, അർത്ഥം ഇത്രേ ഉള്ളൂ, എനോമസ്, പറയത്തക്കല്ല, വമ്പൻ, വലിയ ഒരു ഇതാണ് അല്ലെ. ഇറ്റ്സ് എ ഗാഗൻട്വൻ പ്രോബ്ലം. ഹാവിൻ യു സീൻ ദാറ്റ്? അത് കണ്ടില്ല നീ? ഇറ്റ്സ് എ ഗാഗൻട്വൻ ട്രക്ക്. എന്റെ പൊന്നു, എന്നാ വലിയ ട്രക്കാ, എന്നാ വലിയ ബംഗ്ലാവാ, എന്നാ വലിയ വീടാ ഒക്കെ പറയുന്നത്. അങ്ങനെ പറയുന്നത് വലുപ്പത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഗാഗൻട്വൻ എന്ന് പറയുന്നത്. പേരും കേൾക്കുന്നില്ല, ഗാഗൻട്വൻ. ശരിയാ, ഗഡോൽഗജൻ എന്നൊക്കെ പറയണം അല്ലെ. അപ്പൊ ഓർത്ത് വെച്ചോണം, ഗാഗൻട്വൻ എന്ന് പറഞ്ഞാൽ എനോമസ്, മാസിവ്, ഹ്യൂജ്, വെരി ലാർജ് എന്ന അർത്ഥം കേട്ടോ. കൊളോസൽ എന്നൊക്കെയാണ് ഗാഗൻട്വൻ എന്ന വാക്കിന്റെ അർത്ഥം. സബ്ജക്റ്റീവ് ആണ് കേട്ടോ. അടുത്ത് നോക്കിയേ, ഇമിനന്റ് എന്ന വാക്ക് ഓർത്തോണെ. ഇമിനന്റ് എന്ന വാക്കിന്റെ അർത്ഥം, ഇമിനന്റ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇമിനന്റിനോട് ചേർന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഇമനന്റ് ഉണ്ട്, ഇമിനന്റ് ഉണ്ട് അല്ലെ. ഇമിനന്റ് ഉണ്ട്, ഇമനന്റ് ഉണ്ട്. ഇമിനന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇംപെൻഡിങ്,
at hand, approaching, near എന്നൊക്കെയാണ് imminent. അറിയാലോ നിങ്ങൾക്ക്, നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ് imminent എന്ന വാക്ക്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ് imminent അല്ലേ? ഇത് കുറച്ച് പേരൊക്കെ മിസ്സിംഗ് ആണല്ലോ. അപ്പോഴാണ് നമുക്ക് രണ്ട് വാക്കുകൾ ഇതിലെ കൺഫ്യൂസിങ് വേർഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് വരുമ്പോൾ വേറൊരു വാക്ക് എന്തായാലും നിങ്ങൾ കൺഫ്യൂസിങ് ആയിട്ട് വരും. അതിൽ വരുന്ന ഒരു വാക്കാണ് എമിനന്റ്. അതും അഡ്ജക്റ്റീവ് തന്നെ, അഡ്ജക്റ്റീവ് തന്നെയാണ്. മീനിങ് എന്ന് പറഞ്ഞ എമിനന്റിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾ തന്നെ പറയണം, ബിക്കോസ് നിങ്ങൾ ഇത് ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തൊരു വാക്കാണ് ഇമനന്റ്. IMMA NENT. ഐക്ക് പകരം എ ആന്ന് മാത്രമേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല വേറെ. അപ്പോ എമിനന്റും എമിനന്റും എന്താന്ന് പറഞ്ഞു തരണേ. എമിനന്റ് എന്നാണ്, ഇമനന്റ് എന്നാന്ന് പറയണം. ഇമിനന്റ് ആണെങ്കിൽ ഇമിനന്റ് ഡേഞ്ചർ, അപ്രോച്ചിങ് ഡേഞ്ചർ അല്ലെ. വിന്റർ ഇസ് ഇമിനന്റ്. ദാ വിന്റർ ഇസ് കമ്മിങ്. ദാ വിന്ററിങ് എത്തി കേട്ടോ അല്ലെ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, വിന്ററിങ് എത്തി കേട്ടോ. നവംബർ മാസം കഴിയാറായി, വിന്ററിങ് എത്തി. ഇറ്റ് ഇസ് ഇംപെൻഡിങ്. ദാ അടുത്തായി. അപ്രോച്ചിങ്, നിയർ, ക്ലോസ്, അറ്റാൻഡ് എന്നൊക്കെയാണ് നമ്മൾ ഇമിനന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇമിനന്റിന്റെ വാക്ക് അതാണെങ്കിൽ, അർത്ഥം ഇതാണെങ്കിൽ, എമിനന്റും ഇമനന്റും എന്താണെന്ന് പറയുക. എമിനന്റും ഇമനന്റും എന്താണെന്ന് പറയാം. കാര്യം എമിനന്റ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. എമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എമിനന്റ് പേഴ്സൺ. ഈസ് എൻ എമിനന്റ് പേഴ്സൺ. എന്താ എമിനന്റ്? Can I get the answer? കിട്ടുമോ ഇവിടെ ആൻസർ എനിക്ക്? സുഷ, എഫിഷ്യന്റ് ആണോ എമിനന്റ്? അല്ല, എഫിഷ്യന്റ് അല്ല എമിനന്റ്. എമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെൽ നോൺ, ഡിസ്റ്റിങ്വിഷ്ഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. പുള്ളി വെൽ നോൺ ആണ്, പേര് കേട്ട ആളാണ് അല്ലെ. ഡിസ്റ്റിങ്വിഷ്ഡ് ആണ് എന്നൊക്കെ നമുക്ക് പറയും. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇമനന്റ്. എന്താ ഇമനന്റ് എന്ന വാക്കിന്റെ അർത്ഥം? ഇമനന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇമനന്റ്. എനിക്ക് ആൻസർ തരുമോ? ആൻസർ തരുമോ എല്ലാരും? ഓക്കെ, can I get the answer people? ആൻസർ തന്നേ. അപ്പൊ അതിന്റെ മുമ്പില് ഞാന് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവിന് അപ്ലൈ ചെയ്ത് അതിനും ടൈപ്പിംഗ് വേണ്ടേ? അതിനും സ്റ്റെനോ പഠിക്കണം? വേണ്ട. ഓഫീസ് അസിസ്റ്റന്റിന് ടൈപ്പിങ്ങിന് സ്റ്റെനോ പഠിക്കണ്ട. അത് സ്കിൽ ടെസ്റ്റ്, നമ്മുടെ സ്റ്റെനോഗ്രഫി സ്കിൽ ടെസ്റ്റ് അർത്ഥത്തിൽ വരുന്ന സാധനമാണ്. ഇല്ല, നമുക്ക് സാധാ ടൈപ്പിംഗ് ആണെങ്കിൽ സ്പീഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. സ്പീഡിൽ ടൈപ്പ് ചെയ്ത് പഠിച്ചാൽ മതി, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. Yes. Always try to help people in Malays. That's great, Atula. Spectacles of cascade. Still, it has no problem because no hair in my head. Still, is because there is no hair. Because there is no hair in my head. The cascade is sometimes make the river overflow during the heavy rain. The cascade is sometimes the cascade. Aishwarya, the cascade sometimes makes a river overflow during the heavy rain. The cascade sometimes makes. അവിടെ ഓർക്കണം, cascade കഴിഞ്ഞിട്ട് അതിന്റെ verb singular ആണ്. ഈസ് അവിടെ കൊടുക്കരുത്. ഈസും v1ഉം ഈസും മേക്കും വരില്ല. The cascade sometimes makes the river overflow during the heavy rain എന്ന് കൊടുക്കട്ടോ. The country is in dire need of food aid. That's great. All right. Beware when you evade with your thought. Sooner you will be in a dire situation. Okay, that's great. Exams are imminent. Study hard. She decided to tackle the dire malaise impeding her journey. Okay, that's great. That's great. Nowadays, cyber crimes seem to be a dire malaise, revealing heinous humanity in the country. That's great. Help someone in malaise is more efficient than them in the pleasant situation. ഒരു പ്രശ്നം ഉണ്ട് ഐശ്വര്യ, ഹെൽപ്പ് സമ്മൺ അല്ല, ഹെൽപ്പിംഗ് സമ്മൺ ഇൻ മലൈസ്. അവിടുത്തെ സബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്ന ഹെൽപ്പെങ്കിൽ സ്ട്രോങ്. വെർബിന്റെ v1 ഒരിക്കലും സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കില്ല, അതിന്റെ ജെറന്റ് ഫോർമുലേഷൻ കൊടുത്തു. ഹെൽപ്പിംഗ് സമ്മൺ ഇൻ മലൈസ് ഇസ് മോർ എഫിഷ്യന്റ് ദാൻ ഇൻ പ്ലസന്റ് സിറ്റുവേഷൻ മതി. പിന്നെ അവിടെ ദമ്മും അറ്റും വേണ്ട കേട്ടോ. ദാൻ ഇൻ പ്ലസന്റ് സിറ്റുവേഷൻ എന്ന് കൊടുത്താൽ മതി കേട്ടോ. ആദ്യത്തെ DRDOക്ക് പല ഏജ് ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസുകൾക്കൊക്കെ ആണെങ്കിൽ, ഇപ്പൊ സ്റ്റെനോ പോലത്തെ എക്സാമിനാണെങ്കിൽ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫയർമാൻ എക്സാമിനാണെങ്കിൽ 30 വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. ബാക്കി എക്സാമുകൾക്കൊക്കെ 18 to 27 ആണ്. അവിടെ ഓർത്തോണം, OBC കാറ്റഗറിക്ക് ആണെങ്കിൽ നമുക്ക് 3 year ഇതുണ്ട് കേട്ടോ, റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST ആണെങ്കിൽ നമുക്ക് 5 year റിലാക്സേഷൻ ഉണ്ട്. എക്സ് മിലിറ്ററി ആണെങ്കിൽ 10 year റിലാക്സേഷൻ ഉണ്ട്. ഓർത്തോണം കേട്ടോ. There is a beautiful cascade near my house which allures so many tourists. That's great. Have you noticed the cascade that we have crossed now? That's great sentence. Tanya, good morning. Pravi, good morning. Shama, say good morning.
എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവരും ഉണ്ട്. ഓക്കെ, എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാ പഠിച്ചോ. എനിക്ക് ഇതുവരെ ആൻസർ കിട്ടില്ല കേട്ടോ. ഇമനന്റിന്റെ ആൻസർ കിട്ടിയില്ലേ? ഇമനന്റ് എന്താണ് ഇമനന്റ്? പിള്ളേർ ഇമനന്റിന്റെ ആൻസർ ഇതുവരെ തന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ദേ ചാടിപ്പെടുന്നത് മിസ് ഇതാ പിടിച്ചു എന്ന് പറഞ്ഞ് തരൂ. എന്താ ഇമനന്റ്? മറന്നുപോയോ ഇത്? ഇൻഹെറന്റ് ഓർമ്മയുണ്ടോ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻഹെറന്റ് ആയിട്ടുള്ള, അല്ലെ? ഇന്നേറ്റ് ആയിട്ടുള്ള, ഉള്ളിൽ, അതായത് നമുക്ക് നേരത്തെ ഉള്ള, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാണ് ഇമനന്റ് അർത്ഥം. ഓർത്ത് വെച്ചോണേ, ഇത് വളരെ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഇമിനന്റ് എന്ന് പറഞ്ഞാൽ അപ്രോച്ചിങ്, അടുത്തെത്തി, സംഭവം അടുത്തുണ്ട്, അല്ലെ? ഇംപെൻഡിങ്, വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. എമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആളെ പറ്റി നമ്മൾ പറയാല്ലേ, ഭയങ്കര വെൽ നോൺ ആണ്, ഫേമസ് ആണ്, ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയില്ലേ, പുള്ളി ഭയങ്കര പേര് കേട്ട ആളാ, അതാണ് എമിനന്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് എമിനന്റ്. പിന്നെ ഇമനന്റ് ആണ്. ഇമനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമനന്റ് ക്വാളിറ്റി, ഇൻഹെറന്റ് ആണ്, ഇമനന്റ് ടാലന്റ്, അവനൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്, അവന് നേരത്തെ കിട്ടിയതാണ്, എക്സിസ്റ്റിംഗ് ടാലന്റ് അതൊക്കെ. അതാണ് ഇമനന്റ്. അപ്പൊ എമിനന്റും ഇമനന്റും അതുപോലെ തന്നെ ഇമിനന്റും മറക്കണ്ട. ഇത് മൂന്നും നോക്കിയേ, വളരെ കോമൺ ആയിട്ട് തെറ്റിക്കാൻ ചാൻസ് ഉള്ള വേർഡ്സ് ആണ്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് റിമെമ്പർ ദാറ്റ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് പൊക്കോണം കേട്ടോ. അതിൽ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. ലെറ്റ് മീ ടേക്ക് യു ടു അനദർ സെന്റൻസസ് ആൻഡ് സെറ്റ് ഓഫ് വേർഡ്സ്. ഓക്കെ, അപ്പൊ ലൈവിലുള്ളവർ എന്തെടുക്കുക പിള്ളേരെ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് ഒരു സ്നേഹം കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ, അല്ലെ? ഒരു സ്നേഹമില്ലേ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേ, മറ്റുള്ളവരോടൊക്കെ ഇതൊന്ന് എത്തട്ടെ. Dire need of people must be fulfilled first. Dire need of the people must be fulfilled first. That's great. The cascade born after the heavy rain is considered stymied by indigenous people. All right. She's dire when it comes to exam. Oh, she's extremely serious. That's great. The gargantuan explosion occurred in the city dragged the victims into a dire condition. That's great, Atula. The barometer reading hints to an imminent storm. That's great. Impending. വരാൻ പോകുന്ന ഒരു സ്റ്റോം അല്ലേ? ഗ്രേറ്റ്. മൂവിങ് ഓൺ. എച്ച് കേട്ട് പരിചയമുണ്ടായിരിക്കും. എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർവ് ചെയ്തെടുക്കുക, അല്ലെ? ഇൻസ്ക്രൈബ് ചെയ്ത് വെക്കുക. കൊത്തി നമ്മൾ ഈ വുഡിലോ അല്ലെങ്കിൽ നമ്മൾ കല്ലിലോ ഒക്കെ നമ്മൾ എഴുതി വെക്കും, ഇംപ്രിന്റ് ചെയ്ത് വെക്കും. അതിനാണ് എച്ച് എന്നാണ്. കാർവ് ചെയ്തെടുക്കുക, അല്ലെ? എൻഗ്രേവ് ചെയ്തെടുക്കുക, കാർവ് ചെയ്തെടുക്കുക, ഇൻസ്ക്രൈബ് ചെയ്യുക, ഇൻസൈസ് ചെയ്യുക ഓർ ഇംപ്രിന്റ് ചെയ്യുക. ദാറ്റ് ഇസ് എച്ച്. ഓർത്തോണം, എച്ച്. ടി സൈലന്റ് ആണ്, എച്ച്. ഓക്കെ, അതാണ് എച്ച് എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത കൊഹിസീവ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എസ് ഒക്കെ എഴുതുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും കൊഹിസീവ് ഡിവൈസസ് യൂസ് ചെയ്യണേ കറക്റ്റ് ആയിട്ടെന്ന് പറയും. എന്താണ് കൊഹിസീവ്? കൊഹിഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആണ്, അല്ലെ? കോർഡിനേഷൻ, യൂണിറ്റി, എല്ലാവരും ഒരുമിച്ച്, ടുഗദർനെസ്, അതിനെയൊക്കെയാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൊഹിസീവ് എന്ന് പറഞ്ഞാൽ ക്ലോസ് നെറ്റ്, യുണൈറ്റഡ്, അല്ലെങ്കിൽ അഡിസീവ്, ചേർന്നിരിക്കുന്ന, അല്ലെ? സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന, കോർഡിനേറ്റഡ്, അതാണ് കൊഹിസീവ്. ഒരുമിച്ച് വരുന്ന, കമ്പൈൻഡ് എന്നൊക്കെ അർത്ഥത്തിൽ വരില്ലേ, അതിനാണ് നമ്മൾ കൊഹിസീവ് എന്ന് പറയാം. കമ്പൈൻഡ്, അതുപോലെ കോർഡിനേറ്റഡ്, അഡിസീവ്, അല്ലെങ്കിൽ നമ്മൾ പറയും ക്ലോസ് നെറ്റ് എന്നൊക്കെ പറയുന്നതിനാണ് കൊഹിസീവ് എന്ന വാക്കിന്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. അടുത്തത് ഇന്റന്റ് ചെയ്യുക. ഓർത്തോണെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റന്റ് പറഞ്ഞപ്പോ INTEND വേർബ് ആണ്. ഇന്റന്റ് എന്ന് പറയുന്ന വേർബ് ആണ്. നൗൺ ഉണ്ട്, ഇന്റന്റ് നൗൺ ഉണ്ട്. പക്ഷെ ആ ഇന്റന്റിന്റെ നൗൺ വരുമ്പോൾ മനസ്സിലുണ്ടായിരിക്കണം INTENT ആണ് നൗണ്. ടി വന്നാൽ നൗണും ഡി വന്നാൽ വേർബും ആണ്. ഒന്ന് നോട്ട് ചെയ്ത് പൊക്കോണം കേട്ടോ. ടി വന്നാൽ നൗണും ഡി വന്നാൽ വേർബും ആണ്. അപ്പൊ ഇന്റന്റ് ചെയ്യുക, അല്ലെ? ഇന്റന്റഡ് എന്നൊക്കെ പറഞ്ഞാൽ പ്ലാൻഡ്. ഇറ്റ് ഈസ് എൻ ഇന്റന്റഡ് ആക്ഷൻ. അതൊക്കെ നീ ഉദ്ദേശിച്ച് നേരത്തെ പ്ലാൻ ഇട്ട് ചെയ്തല്ലേടാ എന്നൊക്കെ നമ്മൾ ഇന്റന്റഡ് ആക്ഷൻ ആണ്, അത് ഇത് പ്ലാൻഡ് ആണ്. നീ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ലേ. മീൻ ചെയ്യുക, പ്ലാൻ ചെയ്യുക, എയിം ചെയ്യുക, അസ്പയർ ചെയ്യുക, ഹോപ്പ് ഓർ ഡിസയർ, എക്സ്പെക്ട്, അതൊക്കെ വരുന്നു ഇന്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഇന്റന്റ് ഡി ആണ്. ഓർത്തോളം, ഡി എന്ന് പറയുമ്പോൾ വേർബ് വരിക. ടി ആവുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? പേർപ്പസ് എന്നുള്ള നൗൺ ഇല്ലേ? ഇന്റന്റ്, പേർപ്പസ്, ഉദ്ദേശ്യം എന്ന അർത്ഥത്തിൽ നൗൺ ആണ് കേട്ടോ, ഓർത്തോളം. അടുത്ത ഇൻകംബന്റ്. ഇൻകംബന്റ് കേട്ടുണ്ടാവും, നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. ഇൻകംബന്റ് എന്ന ഓഫീസ് ബെയറർ പറയില്ല, ഹോൾഡർ അല്ലെങ്കിൽ ഓഫീസ് ബെയറർ എന്നൊക്കെ പറയും. ഒരു ഓഫീസ് ഇരിക്കുന്ന ആൾ, ആ ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾ, അതിനാണ് ഇൻകംബന്റ് എന്ന് വിളിക്കുക. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും നമ്മൾ കേട്ടോ. അഡ്ജക്റ്റീവ് ആയിട്ട് ഇൻകംബന്റ് അർത്ഥം എന്താ? ബൈൻഡിങ് ആയിട്ടുള്ള, അല്ലാതെ ബൈൻഡിങ് ആണെന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി, ഒബ്ലിഗേറ്ററി ആണ്, അല്ലെ? ബൈൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ അത് ഒബ്ലിഗേറ്ററി, ചെയ്യേണ്ട ഒരു കാര്യം, എസെൻഷ്യൽ ആണ്. അതിനെ നമ്മൾ വിളിക്കും ഇൻകംബന്റ്. ഒബ്ലിഗേറ്ററി, ബൈൻഡിങ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം. അതല്ലാതെ ഇൻകംബന്റ് വേറെ അർത്ഥമാണ് കറണ്ട്. ഇപ്പൊ ഉള്ളത്, നിലവിലുള്ളത്, പ്രസന്റ് ഇതിലുള്ളത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, അതും ഇൻകംബന്റ് എന്ന് പറയും.
ഇൻകംബന്റ് ഓഫീസ്, ഇൻകംബന്റ് ദി പോസ്റ്റ്, ഇൻകംബന്റ് പോസ്റ്റ്. ഇപ്പൊ എക്സിസ്റ്റിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. വാട്ട് ഈസ് ഇൻകംബന്റ് പോസ്റ്റ്? ഇതിലുള്ള ഇൻകംബന്റ് പോസ്റ്റ് ഏതാണ്? ഇൻകംബന്റ് പോസ്റ്റ് ഇന്നതാണെന്നൊക്കെ പറയില്ല. അത് കറന്റ് എക്സിസ്റ്റിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് ഇൻകംബന്റ് എന്ന് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ, അഡ്ജക്റ്റീവ് വരുമ്പോൾ. അതുപോലെ വേറൊരു അർത്ഥം ഉണ്ടതിന് ഒബ്ലിഗേറ്ററി, ബൈൻഡിങ്. പല അർത്ഥം ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് പൊക്കോണം. പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാ പോലും. അടുത്ത ഇംപെരറ്റീവ്, കേട്ട് പരിചയമുള്ള ഒരു വാക്കായിരിക്കും ഇംപെരറ്റീവ്. ഇംപെരറ്റീവ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഇംപെരറ്റീവ് മീൻസ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് എസെൻഷ്യൽ അല്ലെ. ഇംപെരറ്റീവ് ആണോ? ദാറ്റ് മീൻസ് എസെൻഷ്യൽ ആണ്. അതെ, ആവശ്യപ്പെട്ട നെസസിറ്റി ആണ്, എസെൻഷ്യൽ ആണ്. ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ തിങ്. urgent thing, essential thing ആണ്, urgent ആണ്, urgent thing ആണ് എങ്കിൽ നമ്മൾ വിളിക്കാം imperative എന്ന് വിളിക്കും. അതിന്റെ അഡ്ജക്റ്റീവിലോട്ട് വരുമ്പോൾ വരും ക്രൂഷ്യൽ ആണ് അല്ലെ, വൈറ്റലി ഇമ്പോർട്ടന്റ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, ക്രൂഷ്യൽ ആണ്. അല്ലെങ്കിൽ പെറംറ്ററി എന്ന് നമുക്ക് പറയാം. പെറംറ്ററി, ദാറ്റ് ഈസ് ഇംപെരറ്റീവ്. പഠിച്ചിട്ടുണ്ട്, ആദ്യമായിട്ടൊന്നുമല്ല. അപ്പൊ ഓർത്തിരിക്കുക, ഇംപെരറ്റീവ് എന്ന വാക്കും ഓർത്തിരുന്നോണം. നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വാക്കാണ്. ഓക്കെ അല്ലേ? In the long run, environmental pollution is at the tip of an iceberg, veiling its gargantuan threat to human life era. ഹ്യൂമൻ ലൈഫ് എറ എന്ന് കൊടുക്കണ്ട കേട്ടോ. ത്രെറ്റ് ടു ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ മതി, എറ വേണ്ട. ടു ഹ്യൂമൻ ലൈഫ്, ലൈഫിന് ത്രെറ്റ് എന്ന് വന്നില്ല, എറയുടെ ആവശ്യമില്ല കേട്ടോ അമ്മ. അതുപോലെ തന്നെ the Argentinian fans plunged to Malays as it was defeated by Saudi Arabia. Yeah. See the good morning. The Gargantuan flood leads to lots of people become എന്ന് പറയില്ല, ഇങ്ങനെ പറയാമേ. The Gargantuan flood leads to lots of peoples apostrophe s ഇട്ട് becoming homeless. Peoples becoming homeless എന്ന് കൊടുക്കണം. എന്നാൽ അത് മീനിങ്ഫുൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അടുത്ത് നോക്കാം. The rocks inside the Editorial caves were etched with various scripts. Yes. Headmaster told fine for etching lover's name in walls. A statue was etched out of wood. That's great. Their well cohesive intent succored them to etch their names in the history of India. Great. That's great, Rashmi. Good sentence. The Kushana history is etched in pillar, which is now called Ahmedabad pillar. All right, that's great. How do you intend to deal with this problem? That's good. How do you plan to? Great. How do you wish to? COVID pandemic made a gargantuan difference in the world economic sector. Yes. Actually, they intended to kill the family because of acrimony towards them. That is great. Ria offered a token of love to her soulmate by etching the relationship goals on a silver spherical lamp. That's great. All my friends etched my name on the wall with them. Okay. With them ന്റെ ആവശ്യമുണ്ടോ? With them. അവരുടെ ഇത് പേരുടെ കൂടെ. ഓ ശരി, അപ്പൊ അത് കൊള്ളാം. വിത്ത് ദം വല്ല വിത്ത് ദേയേഴ്സ് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കേട്ടോ. ഐശ്വര്യ, അവരുടെ പേരുകളുടെ ഒപ്പമാണെങ്കിൽ വിത്ത് ദം കൊടുക്കരുത്. ഓൾ മൈ ഫ്രണ്ട്സ് എച്ച് ദെയർ നെയിം ഓൺ ദ വോൾ വിത്ത് ദേയേഴ്സ്, അവരുടേത് കൂടെ എന്ന് പറയാം. എന്നാലേ കറക്റ്റ് ആവുള്ളേ. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ വോൾ എന്ന് പറഞ്ഞ് നിർത്തിയാൽ വിത്ത് കഴിഞ്ഞിട്ടുള്ള ആവശ്യമില്ല അവിടെ. ഒന്ന് ഓർത്തോളൂ. ഇറ്റ്സ് ഇംപെരറ്റീവ് to change the incumbent rules. That's great. Imperative decision in our life must be taken with caution. Of course, alle pettannu eduthu chaadi keri edutha padivalum. Coercive action is imperative to win the joust. That's great. Dr. Jaishankar was the incumbent External Affairs Minister of India. She been great. അവിടെ ഒരു പ്രശ്നമുണ്ടേ, വാസ് എന്ന് കൊടുക്കരുത്. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. വാസ് കൊടുക്കരുത്. കാരണം വാസ് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് വരുന്നറിയോ യശുബിനെ? കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റില്ലേ പാസ്റ്റ് അല്ല വാസ് വരിക. ഇപ്പൊ നീ ഇപ്പത്തേ പറയൂ എക്സിസ്റ്റിംഗ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് മിനിസ്റ്റർ ആണ് ഈസ് കൊടുക്കണം, ഇങ്ങനെ കൊടുക്കാം. ഡോക്ടർ ജയശങ്കർ ഇസ് ദ ഇൻകംബന്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. എസ് വേണം, കാരണം പുള്ളി ഇപ്പോഴും അതേല്ലോ എക്സിസ്റ്റിംഗ് അല്ലേ. അപ്പൊ എക്സിസ്റ്റിംഗ് ഈസും വേണം, വാസ് കൊടുക്കല്ലേ. അത് മാത്രം ശ്രദ്ധിക്കാം. ഷി വാസ് ഹെയിൽഡ് ഫ്രം എ കോഹസിവ് ഫാമിലി. ക്ലോസ് ഫാമിലി ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. കോഹസിവ് ഡിവൈസസ് മസ്റ്റ് ബി യൂസ്ഡ് വൈൽ ഫ്രെയിമിംഗ് ആൻ എസ്സേ. യാ, it must be right. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. ഇതുവരെ ക്ലിയർ ആയ സ്ഥിതിക്ക് മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇടണം കേട്ടോ. ഇതുവരെ നിങ്ങൾക്ക് വൊക്കാബുലറിക്ക് ക്ലിയർ ആണെങ്കിൽ ഗിവ് മീ എ തംസ് അപ്പ്. ചാറ്റ് ബോക്സിൽ ഒരു തംസ് അപ്പ് ഇടുക ആദ്യം. രണ്ടാമത്തെ കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടാവുമായിരിക്കും അല്ലെ, പഠിക്കുമ്പോൾ മനസ്സിലാവുന്നവരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? ഷോ മീ സം ലവ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേനെ. എന്താണ് കോയ, മടിയാണോ? അടുത്തോട്ട് പോവാം. അപ്പൊ ഡിഗ്രി പ്രിലിംസിന്റെ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കുകയായിരുന്നു അല്ലെ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിൽ വരും. നമുക്ക് ഇനിയിപ്പോ ഡിസംബർ എന്ന് പറയുമ്പോൾ അധികം സമയമില്ലല്ലോ. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും പഠിക്കാൻ വേണ്ടി തുടങ്ങാം. ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നവംബർ 4 സ്റ്റാർട്ട് ചെയ്തു. ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉറപ്പിച്ചോ ഈ നവംബർ മാസം ഉണ്ട്. അപ്പൊ 2400 രൂപയ്ക്കുള്ളിൽ നമ്മുടെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഡിസ്കൗണ്ടോട് കൂടി എമൗണ്ട് ആണ് കേട്ടോ. Y314 എന്ന കോഡ് അടിച്ചു കൊടുക്കുക, ഡിസ്കൗണ്ട് കിട്ടുക. ആ ഡിസ്കൗണ്ടോട് വെച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ മാറ്റാനുള്ള സമയമില്ല. നല്ല കൃത്യമായിട്ടൊരു ബേസിക്സിൽ പഠിച്ചു. ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് നല്ല കൃത്യമായിട്ട് ബേസിക്സ് കിട്ടി പോയ കുട്ടികളുണ്ട്. അതുപോലെ ബേസിക്സ് കിട്ടി നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റും. ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ VFA, BEFCO, LD റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. ഇപ്പോഴും പഠനം തുടങ്ങുക കേട്ടോ. കോഴ്സ് എടുക്കാതിരിക്കും രണ്ടാമത്തെ പോയിന്റ് ആണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുന്ന ഒരു കാര്യമാണ്. എക്സാം വരുമ്പോഴേക്കും ഓടിച്ചാടി പിടിക്കുക, അയ്യോ എക്സാമിന് ഞാൻ റിസൾട്ട് പാസ്സായ കാര്യം ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് അവസാനം ലേറ്റ് ആയിട്ട് മനസ്സിലായി, പഠിച്ചു തുടങ്ങിയില്ലായിരുന്നു എന്ന് പറയരുതേ. നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഒരിക്കലും പഠനം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, ലേണിംഗ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒന്നും എടുത്തോണ്ട് പോയില്ല, അല്ലെങ്കിൽ ആരും എടുത്തോണ്ട് പോകാൻ പറ്റാത്തൊരു കാര്യം ലേണിംഗ്. ലെറ്റ് ഇറ്റ് ബി ദർ വിത്ത് യു. അത് നിങ്ങൾക്ക് പിന്നെ എപ്പോഴേലും ഉപകാരപ്പെടും. 2400 രൂപയാണ് കോഴ്സ് ഫീ കേട്ടോ. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും VFA, BEFCO ഒക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കോഴ്സ് കേട്ടോ. Y314 ആണ് നമ്മുടെ കോഡ്. അതൊന്ന് എല്ലാവരോടും പറയാം കേട്ടോ. മൂവിങ് ഓൺ. അപ്പൊ കോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരോടും പറയാം. ദാറ്റ്സ് വാട്ട് ഐ മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തോട്ട് പോകാം. അവർ, AVER. അവർ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അവർ എന്ന വാക്കിന്റെ അർത്ഥം വേർബ് ആണ്. സംഭവം ഉദ്ദേശിക്കുന്നത് ഇതാണ്: സ്റ്റേറ്റ് ചെയ്യുക, അസേർട്ട് ചെയ്യുക, ക്ലെയിം ചെയ്യുക, ഡിക്ലെയർ ഓർ മെയിൻറ്റെയിൻ. ദാറ്റ് ഈസ് അവർ. അവരുടെ V2 V3 ഓർത്തോടെ. V2 V3 വരുമ്പോൾ ഡബിൾ RED വരും കേട്ടോ. അവേർഡ്, AVERRED, V2 and V3 കേട്ടോ. അതൊന്നും ശ്രദ്ധിച്ചോണം. അത് അങ്ങനെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് കൂടി ഒന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ ഒരു കാര്യം എന്തായാലും പഠിക്കുന്നില്ല, ഒരു വഴിക്ക് പോകുന്നതല്ല, ഇത് കയ്യിൽ ഇരുന്നോട്ടെ, എപ്പോഴും ശ്രദ്ധിച്ചോണം. അടുത്ത ബ്രീച്ച്. എന്താ ബ്രീച്ച്? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കേട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, കേട്ട് പരിചയമുണ്ട്. വയലേഷൻ അല്ലെങ്കിൽ കോൺട്രവെൻഷൻ എന്ന് നമ്മൾ പറയും. ബ്രീച്ച് എന്ന വാക്കിന്റെ അർത്ഥം നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കൺട്രവെൻഷൻ അല്ലെങ്കിൽ വയലേഷൻ എന്ന് പറയാം അല്ലെ. അപ്പൊ വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴോ ബ്രേക്ക് ചെയ്യുക ഓർ വയലേറ്റ് ചെയ്യുക, കൺട്രവീൻ ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അല്ലെ. സ്പ്ലിറ്റ് ചെയ്യുക, നമ്മൾ ഒരു കാര്യം ബ്രേക്ക് ചെയ്ത് മുറിക്കുക, അതിനൊക്കെ നമുക്ക് എന്ത് പറയുന്നു, ഈ പറയുന്ന ബ്രീച്ച് എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഓർത്താണ്. അടുത്ത ഓവർസൈറ്റ്. ഓവർസിയർ ആണ് തല്ലരുത്, ഓവർസീ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക അല്ലെ. ഓവർസീ എന്ന വെർബിന്റെ നൗൺ ആണ് ഓവർസൈറ്റ് എന്നുള്ളത്. ഓവർസീ എന്ന വെർബിന്റെ നൗൺ ആണ് കേട്ടോ, ഓവർസീ എന്ന വെർബ്. ഓവർസിയർ ആണ് തല്ലരുത് എന്ന് പറയില്ലേ നമ്മുടെ ജയറാം വെറുതെ ഒരു ഭാര്യന്റെ അകത്ത്, അതിന്റെ അകത്ത് ഓവർസീ എന്ന വാക്കിന്റെ അർത്ഥമാണ് സൂപ്പർവൈസ് ചെയ്യുക, സർവൈൽ ചെയ്യുക. അതിന്റെ നൗൺ ആണ് ഓവർസൈറ്റ്, സൂപ്പർവിഷൻ അല്ലെങ്കിൽ സർവൈലൻസ്. എന്നാൽ ഈ ഓവർസൈറ്റിന് വേറൊരിടത്തും കൂടി ഉണ്ട്, മിസ്റ്റേക്ക് എറർ. നോക്കിക്കേ, രണ്ടും ഓപ്പോസിറ്റ് മീനിങ്സ് ആണല്ലേ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുടെ ഒരു കാര്യത്തിന് സർവൈൽ ചെയ്യല്ലേ ശ്രദ്ധിക്കുകയാണ്. മിസ്റ്റേക്ക് നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് പോകുന്ന ഒരു സാധനത്തിനാണ് മിസ്റ്റേക്ക് എന്ന് വിളിക്കുന്നത്. നമ്മൾ തെറ്റല്ലേ, എറർ, ഫോൾട്ട് അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർസൈറ്റ് പറയും. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. രണ്ടും ഉണ്ട്. അപ്പൊ രണ്ട് കോണ്ടെക്സ്റ്റിലാണ് അത് ഉപയോഗിക്കുന്നത് ഉള്ള കാര്യം മനസ്സിലുണ്ടായിരിക്കും. അടുത്ത റോബസ്റ്റ്. അറിയാലോ നമ്മുടെ റോബസ്റ്റ്, നമ്മുടെ പ്രേമ ഭൂമി മുതൽ റോബസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടുവരുന്ന കാര്യമാണ്. റോബസ്റ്റ് ആണ് മീൻസ് സ്ട്രോങ് ആണ്, വിഗറസ് ആണ്, സ്റ്റേർഡി ആണ്, പവർഫുൾ ആണ്. അഡ്ജക്റ്റീവ് ആണ് റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്, പവർഫുൾ, സ്റ്റേർഡി, ടഫ്, വിഗറസ്. അതിനാണ് റോബസ്റ്റ് എന്ന് പറയാം. നമ്മളിപ്പം നമ്മുടെ ഡേറ്റ എന്താണ് പറയാ, പ്രൊട്ടക്ഷൻ ബില്ല് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസി, ഡേറ്റ പ്രൊട്ടക്ഷനെ വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം, വളരെ പവർഫുൾ ആയിട്ട് അതിനെ കൊണ്ടുപോകണം. ഇറ്റ് മസ്റ്റ് ബി റോബസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ആണ് ഇന്നുണ്ടായിരുന്നത്. ആ ആർട്ടിക്കിൾ നിങ്ങൾ സെൽഫ് റീഡബിൾ ആണ്, വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി സെന്റൻസുകളോട്ട് പോകാം. Terrorists intended a bomb blast in city. All right, that's great. We should take imperative steps for afforestation. Otherwise, we have to face government change in earth. That's great. In earth എന്ന് പറയില്ല കേട്ടോ ഷൈനി, on earth. earthന്റെ മുകളിൽ, അതാണ് നമ്മൾ ഓൺ പറയാ, earth, on earth. We live on earth എന്ന് പറയാ, not in earth. Don't waste water. It is an imperative for the existence of life on earth. Yes. That's great. It is imperative to implement stringent rules against drugs. That's great. It is imperative to strike out patriarchal norms and move towards an all-inclusive cohesive society. That's great. The committee intended to rule out the incumbency. All right, existing schemes. That's great. Atula, hate speech is an intent action by politicians. Avade intent action ennu uddeshikkunna endha? Intended ആയിരിക്കും. പ്ലാൻഡ്. ഹർഷദെ, അത് ഉദ്ദേശിക്കുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണെങ്കിൽ നിനക്ക് ഈ അഡ്ജക്റ്റീവ് കൊടുത്തിടാ. ഇന്റൻഡഡ്, പ്ലാൻഡ് ആക്ഷൻ. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഇന്റൻഡഡ്. ഇവിടെ ആകുമ്പോൾ അത് നമ്മൾ V3 ഫോർമുല, അഡ്ജക്റ്റീവ് ഫോർമുല, പാർട്ടിസിപ്പിൾ ഫോർമുലേഷൻ ഉപയോഗിച്ചു കേട്ടോ. അപ്പൊ ഇന്റൻഡഡ് എന്ന് കൊടുക്കുക, ഇന്റൻഡഡ് ആക്ഷൻ എന്ന് പറയാം കേട്ടോ. The king award his dissentient. That's great. Don't breach the rules existing in this situation. Great. Malaise is common in life. Be robust. That's great. The government averts that there will be a robust oversight on the breaching of rules and regulations. Great. Breach of contract entitled the injured party to claim compensation from other party. All right. She was dismissed from the college because she breached the institution rules. All right. Sometimes I don't know how to my studies with family issues.
മെയിൻറ്റെയിൻ അയ്യോ ആ അർത്ഥം മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് ആ മറ്റേ മെയിൻറ്റെയിൻ അല്ല ഐശ്വര്യ. അസേർട്ട് ചെയ്യുക, ക്ലെയിം ചെയ്യുക, പ്രസ്താവിക്കുക, അതാണ് അവർ കേട്ടോ. അവിടെ മെയിൻറ്റെയിൻ എന്ന അർത്ഥത്തിലർത്ഥം ആ പ്രസ്താവന എന്നുള്ള അർത്ഥത്തില, മീനിങ് മാറിപ്പോരുതേ, അതല്ല. The breaching of contract which he signed recently dragged him to incriminate himself. That's great. Shiffin awarded distinguished perspective pointing spiritual beliefs, breaching and interrogating traditionally practiced norms among the skeptical community. Practiced in spelling CED alla SED anuma. Allada correct sambo. Don't breach the rules if thus you will be punished. If thus you will punish that law. Don't breach the rules or else അല്ലെങ്കിൽ otherwise you will be punished. Or else you will be punished. അങ്ങനെ കൊടുക്കണേ. YouTube takes down the video citing breach of copyright. Yes, that's great. All right. അപ്പോൾ ക്ലിയർ ആയല്ലോ, എല്ലാ വൊക്കാബുലറിയും ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോളൂ കേട്ടോ. നമുക്ക് വേഗം പോകാം നമ്മുടെ ആർട്ടിക്കിളോട്ട്. ഇറ്റ്സ് ടൈം അല്ലെ 9:79 നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. സ്ട്രാറ്റജി ടു സേവ് എന്താണ് അല്ലെ നമ്മൾ പറയുന്ന സ്ട്രാറ്റജി ടു സേവ്. ഞാൻ പറഞ്ഞു നാഷണൽ സുസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്ട്രാറ്റജി ടു സേവ്, എങ്ങനെ സേവ് ചെയ്യാം അല്ലെ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു സേവ് ലൈഫ്സ് ഓഫ് പീപ്പിൾ അല്ലെ. എത്ര ഇമ്പോർട്ടന്റ് ആണ് ലൈഫ്സ് ഓഫ് പീപ്പിൾ എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. സോ മനസ്സിലാക്കി എല്ലാവരും തംസ് അപ്പ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ഇടാത്തവർ ഇനി ഉണ്ടല്ലേ, അയ്യോ അത് പറ്റില്ല. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇടുക. നമുക്ക് വേഗം നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോണ്ടേ അല്ലെ. One who breached the rules of the institution should be punished severely. Aishwarya, one who breach alla, one who breaches. One alle subject. Appo breaches kodukka. One who breaches the rules of the institution. Okay. Appo strategy to serve lote njan povana. National suicide prevention strategy must cascade down to every district. The national suicide prevention strategy must cascade down to every district. Appo ella district lotum അത് ഇങ്ങനെ ഫ്ലോ ചെയ്തെത്തണം, എല്ലാ ഡിസ്ട്രിക്റ്റിലോട്ടും എത്തണം നാഷണൽ സൂസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി. അപ്പോഴാണ് അത് ഫ്രൂട്ട്ഫുൾ ആവുക എന്നാണ് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ റീസെന്റ്ലി published national suicide prevention strategy fits right there. It has been a long time coming, but the strategy finally in the public realm calls attention to the massive burden of suicides in the country and initiates steps to achieve a reduction in suicide mortality by 10% by 2030. At the same time, it has measured the paces forward with a time-bound action plan that takes into account the grim realities of varying ground situation in India. The problem is indeed dire, and without targeted intervention programs and നോക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ ഈ പറയുന്ന സുസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ട് ചിന്തയിലോട്ട് വന്നത് എവിടെ നിന്നാ? ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർസ് കഴിഞ്ഞ ദിവസം ഒരു റീസെന്റ് പബ്ലിഷ് ചെയ്തു ഒരു നാഷണൽ സൂസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി. അപ്പോൾ നാഷണൽ സൂസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇവിടെ അത് വളരെ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യും. അത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, അത് എന്തുകൊണ്ടാണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാരണം വെച്ചാൽ നമ്മുടെ സൂസൈഡ് റേറ്റ് കൂടുന്നുണ്ട്, മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റൻഷൻ അല്ലെ. കുറെ നാളെ ഇത് വരുന്നു സ്ട്രാറ്റജി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. അങ്ങനെ ഫൈനലി പബ്ലിക് വെള്ളത്തിലോട്ട് എത്തി. അങ്ങനെ ഒരുപാട് അറ്റൻഷൻ മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട് സൂസൈഡിനെ പറ്റി അല്ലെ. കൺട്രീസിൽ സൂസൈഡിന്റെ റേറ്റ് കൂടുന്നുണ്ട് അല്ലെ. അത് നമ്മുടെ ഇനിഷ്യൽ സ്റ്റെപ്സ് എന്തായിരിക്കണം? സൂസൈഡ് മോർട്ടാലിറ്റി കുറയ്ക്കുക. ഇനിഷ്യൽ സ്റ്റെപ്പ് ഇതാണ്, മോർട്ടാലിറ്റി കുറയ്ക്കുന്ന നമ്മൾ റിഡക്ഷൻ ആണ്. അത് എത്രത്തോട്ട് കുറയ്ക്കണം എന്ന് പറയുന്നത് 10%, 10% കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റൻഷൻ. എപ്പോഴേക്കും? 2030 ആവുമ്പോഴേക്കും. നമ്മുടെ മുമ്പിലുള്ള ഇന്റൻഡഡ് ഇയർ എന്ന് പറഞ്ഞാൽ 2030. 2030 ഒരു ഡെക്കേഡിനുള്ളിൽ അല്ലെ, നമ്മൾ ഈ ഒരു വരുന്ന ഈ ഒരു ഡെക്കേഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സുസൈഡ് റേറ്റ് കുറച്ച് 10% കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അതേ സമയത്ത് ഈ പറയുന്ന പേസ് നമ്മുടെ മുമ്പോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് വളരെ ടൈം ബൗണ്ട് ആയിട്ടൊരു ആക്ഷൻ പ്ലാൻ നമ്മുടെ മുമ്പിൽ വേണം അല്ലെ. ഇതൊക്കെ കുറയ്ക്കാൻ കൃത്യമായിട്ടൊരു പ്ലാൻ, ആക്ഷൻ പ്ലാനോട് വെച്ചുകൊണ്ട് പോകണം. കാരണം വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ആക്ഷൻ പ്ലാൻ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ മുഖവരിക്ക് എടുക്കണം. വാട്ട് ആർ ദ ഗ്രിം റിയാലിറ്റീസ്. വളരെ ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ നടക്കുന്ന ഒരു ഗ്രൗണ്ട് സിറ്റുവേഷൻ ഇന്ത്യയുടെ അറിഞ്ഞിട്ട് നമുക്ക് സുസൈഡ് റേറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. എന്തുകൊണ്ട് സുസൈഡ് ചെയ്യുന്നു? ഒരു കോൺസിക്വൻസസിന് മുമ്പ് നമ്മൾ കോസ് അറിഞ്ഞിരിക്കണം അല്ലെ. കോസ് അറിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ ഒന്ന് സെറ്റാക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കാര്യം വെച്ചാൽ ഒരുപാട് ടാർഗറ്റഡ് ഇന്റർവെൻഷൻ പ്രോഗ്രാം ഉണ്ടാവും, നമ്മൾ ഇടപെട്ട് ചെയ്യേണ്ട ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. പക്ഷെ അതേ സമയത്തും നമ്മൾ ഓർക്കണം, ഇത് വളരെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്, തമാശ പറയാനുള്ള കാര്യമല്ല എന്ന് നമുക്ക് നോക്കാം. ആൻഡ് സ്റ്റിഗ്മ റിഡക്ഷൻ സ്ട്രാറ്റജീസ്. നമുക്ക് ഒരുപാട് പേർക്കുണ്ടല്ലോ മുൻവിധി ഉണ്ടല്ലോ, മുൻവിധി സ്റ്റിഗ്മ നമുക്ക് എല്ലാവർക്കും പ്രിജുഡിസ് ആണ്. അപ്പൊ അത് കുറയ്ക്കുക, നമ്മുടെ പ്രിജുഡിസ് ഒന്ന് കുറച്ച് വരിക. കാരണം നമ്മുടെ മുൻവിധി കുറയ്ക്കണം. എന്തുകൊണ്ടാണ്? നമുക്ക് ബയസ് ആണ്, നമുക്ക് പ്രെജുഡിസ് ആണ്, മുൻവിധിയാണ്. എന്തിനു വേണ്ടിയിട്ട്?
നമ്മുടെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സുസൈഡ് കൂടുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും സുസൈഡ് കൂടുമ്പോൾ എന്തുകൊണ്ടാണ് സുസൈഡ് നടത്തുന്നത് എന്നുള്ളതിനെ പറ്റി പലപ്പോഴും ഒരു മുൻവിധിയോടെ നമ്മൾ ആദ്യം അവൻ സൂസൈഡ് ചെയ്തു ഇന്ന കാരണം നമ്മളങ്ങ് വിലയിരുത്തുക. നമുക്ക് അറിയത്തോലും എന്നാൽ നമ്മളങ്ങ് വിലയിരുത്തുക. A public crisis, health crisis of government portions eminent. Globally, suicide is the second leading cause of death among 15 to 29-year-olds and also the second leading cause of death for female aged 15 to 19 years as per WHO estimates. In India, more than 1 lakh lives are lost every year to suicide. In the past 3 years, the suicide rate has increased from 10.2 to 11.3 per 1 lakh population. As per National Crimes Record Bureau statistics, Maharashtra, Tamil Nadu, Madhya Pradesh, West Bengal and Karnataka have the highest percentage share of suicides in 2018 to 2020 ranging between 8% to നോക്കാം. അപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചാൽ കൃത്യമായിട്ട് ഡേറ്റ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ മുമ്പിൽ നമ്മൾ കുറെ കാര്യങ്ങളുണ്ട്. ഇത് വളരെ സീരിയസ് പ്രോഗ്രാം ആയതുകൊണ്ട് ടാർഗറ്റഡ് ഇന്റൻഡഡ് പ്രോഗ്രാംസ് നമ്മൾ ഇന്റന്റ് ചെയ്യുന്ന കുറച്ച് ഇന്റർവെൻഷൻ ഉണ്ടാവണം അല്ലെ, ഇടപെടണം. ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഇടപെടുന്ന പ്രോഗ്രാംസ് കൊണ്ടുവരണം. അതുപോലെ തന്നെ സ്റ്റിഗ്മ റിഡക്ഷൻ സ്ട്രാറ്റജീസ് മുന്നോട്ട് കൊണ്ടുവരണം. പബ്ലിക് ഹെൽത്ത്, കാരണം വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ളത് വലിയ ഒരു പ്രോബ്ലം, ഇമിനന്റ് പ്രോബ്ലം വരാൻ പോകുന്ന വലിയൊരു ഇഷ്യൂ ആണ്. ഹെൽത്ത് ക്രൈസിസ് വരാൻ പോകുന്നത് ഇറ്റ്സ് ഗോണ ബി എ ഹ്യൂജ് വൺ. അപ്പൊ അതും വലിയ പ്രശ്നമാണ്. അപ്പൊ ഗ്ലോബലി നമ്മൾ എടുത്തു നോക്കണം, കണക്കെടുത്ത് പരിശോധിക്കാം നമുക്ക്. അപ്പൊ നമുക്കറിയാം 15 മുതൽ 20 വയസ്സുകാരുടെ ഇടയിൽ സൂസൈഡ് എന്ന് പറയുന്നത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ. അവരുടെ മരണത്തിന് ഏറ്റവും വലിയ കാരണം സൂസൈഡ് തന്നെയാണ്. സൂസൈഡ് എന്താ പറയാ, അങ്ങനെ നമ്മൾ പറയില്ലേ, എന്താ പറയാ, സൂസൈഡ് ആണ് അവർ അങ്ങനെയുള്ള കോസ് ഓഫ് ഡെത്ത് ഇവിടെ നടക്കുന്നത് 15 മുതൽ 29 വയസ്സുകാരുടെ ഇടയിൽ. അതുപോലെ ഫിമെയിൽസിലും അതെ, സ്ത്രീകളിലും കുട്ടികളിലും 15 മുതൽ പെൺകുട്ടികൾ 19 വരെ കുട്ടികളും പെൺകുട്ടികളുടെയും ഇടയിലും മരണം കൂടുതൽ നടക്കുന്നത് ഈ പറയുന്ന സൂസൈഡ് വഴി, ആക്സിഡന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതാണ് WHO ഈ പറയുന്ന എസ്റ്റിമേറ്റ് ഇട്ടത്. WHO ഒരു കണക്കനുസരിച്ച് കൂടുതലും വന്നേക്കുന്നത് ഈ പറയുന്ന രീതിയിലുള്ള മരണമാണ്, സൂസൈഡ് രീതിയിലുള്ള മരണമാണ്. മാത്രമല്ല നമ്മൾ ഇന്ത്യയിലെ കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ മരണ സംഖ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 1 lakh ലൈഫ്സ്, 1 ലക്ഷത്തിൽ പരം ലൈഫ് ഒരു വർഷം, എവറി ഇയർ ഒരു വർഷം 1 ലക്ഷത്തിൽ പരം ലൈഫ് പോകുന്നുണ്ട് സൂസൈഡ് വഴി. അത് കൂടാതെ ബാക്കി ഡിസീസ്, ആക്സിഡന്റ് എല്ലാം കൂടെ എടുക്കുമ്പോൾ പിന്നെ ഉണ്ട് കേട്ടോ, അത് ഓർക്കണം. അപ്പൊ ഒരു വർഷം പെർ ഇയർ നമ്മൾ എടുത്തു നോക്കുക, 1 ലക്ഷത്തിൽ അധികം മരണം സൂസൈഡ് വഴിയാണ് നടക്കുന്നത്. അപ്പൊ ഈ വരുന്ന കഴിഞ്ഞ 3 വർഷം നമ്മൾ എടുത്തു വിചാരിച്ചു. കഴിഞ്ഞ 3 വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 10.2 മുതൽ 11.3% ടു 1 lakh എന്നുള്ള ഒരു റേഷ്യോ നമ്മുടെ മുമ്പ് കിട്ടുന്നത്. ആ ഒരു ലെവൽ ഓഫ് പോപ്പുലേഷനിലെ മരണം നടന്നിട്ടുണ്ട്. 1 ലക്ഷത്തില് 10.2 ടു 10.2ൽ നിന്ന് ആ ഒരു റേഷ്യോ ഇപ്പൊ 11.3 ഇത്ര ഇതിലോട്ട് എത്തിയിട്ടുണ്ട്, 1 lakh എത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പം നിലവിലത്തെ റേഷ്യോ. അവിടെ ഇതൊക്കെ പറയുന്നത് അനുസരിച്ച് നമ്മുടെ നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോ സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സൂസൈഡ് നടക്കുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാ? നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ സൂസൈഡ് നടക്കുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, തമിഴ്നാടു, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, കർണാടക. ഈ 5 സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ സൂസൈഡ് നടക്കുന്നത്. ഓർത്തോടെ, മഹാരാഷ്ട്രയില്, തമിഴ്നാടു, മധ്യപ്രദേശില്, വെസ്റ്റ് ബംഗാൾ, കർണാടക, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സൂസൈഡ് നടന്നേക്കുന്നത്. ഈ പറഞ്ഞ 2018-20 കാലഘട്ടത്തിൽ 2 വർഷത്തിനുള്ളിൽ നടന്ന ഏറ്റവും കൂടുതൽ സൂസൈഡ് നടക്കുന്ന ഏറ്റവും കൂടുതൽ നടന്ന ഈ ഒരു 5 സ്റ്റേറ്റുകളിലാണ്. അപ്പൊ അതിൽ എത്രത്തോളം വന്നു എന്ന് വെച്ചാൽ 8% to 11% അവിടെ മാത്രം. The most common reasons, അപ്പൊ നമുക്കിനി ഇതൊക്കെ നടന്നത് അവിടെയാണ്, ഡേറ്റ അനുസരിച്ച് നമുക്ക് കിട്ടി. ഇനി what are the reasons? Include family problems and illness, while other causes include marital conflicts, love affairs, bankruptcy, substance abuse and dependence. Further, in approximately 10% of cases, the cause of suicide remains unknown. Importantly, the document notes that, contrary to belief, the majority of suicides are preventable. നമുക്ക് ഏറ്റവും വലിയ ലൈഫിൽ വന്നേക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്ന ഫാമിലി പ്രോബ്ലംസ് വെച്ചിട്ട് മരിക്കുന്നവരുണ്ട്, ചിലപ്പോൾ രോഗകാരണങ്ങൾ കൊണ്ട് മരിക്കുന്നവരുണ്ട്, അല്ലെ, മാരിറ്റൽ കോൺഫ്ലിക്ട്സ് വെച്ച്, അതർ റീസൺസ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. ഫാമിലി പ്രോബ്ലംസ് ആൻഡ് ഇൽനെസ് ആണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരുന്നത്. പിന്നെ മാരിറ്റൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്, ലവ് അഫെയർസ് ഉണ്ട്, ബാങ്ക്രപ്സി ഉണ്ട്, കടക്കിണി അല്ലെ ഉണ്ട്, സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് ഡിപെൻഡൻസ് ഉണ്ട്, അതുകൊണ്ട് മരിക്കുന്നവരുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ 10% ഓഫ് കേസസ് നമ്മൾ നോക്കുന്നതിൽ അൺനോൺ ആണ്.
ആ 10% എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് അറിയത്തില്ല എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിയാതെ പോകുന്ന 10% കേസുകളുണ്ട്. പക്ഷെ ഇതിനേക്കാളും എല്ലാം അനുസരിച്ച് ഡോക്യുമെന്റ് അനുസരിച്ച് പറയുന്നത് ഇതെല്ലാം പ്രിവെന്റബിൾ സൂസൈഡുകളാണ്. നമുക്ക് തടയാൻ പറ്റും. അതായത് തടയാൻ പറ്റാത്തൊരു കാര്യം പെട്ടെന്ന് നടക്കുന്നതാണ്, ഈ ഒരു രക്ഷയില്ലാത്തൊരു കാര്യമല്ല. വി ക്യാൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളായിരുന്നു ഇതൊക്കെ. ആൻഡ് ഇപ്പോഴും ആണ്, ഇനിയും ഇതുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തേ പറ്റുള്ളൂ. അവിടെയാണ് ഈ പറയുന്ന നാഷണൽ സൂസൈഡ് പ്രിവെന്റീവ് സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. Let's look at that again. The strategy is edged with evidence-based practices to reduce the number of suicides, inspired by WHO strategy for the Southeast Asian region, and strings together multiple sectoral collaboration to provide a cohesive strategy and achieve the intended reduction in. അപ്പോൾ ഈ പറയുന്നത് നമ്മൾ ഇന്ത്യ ആയിട്ട് കൊണ്ടുവന്ന ഒരു സാധനമൊന്നും അല്ലേ. നമുക്ക് കൃത്യമായിട്ട് പ്രൂഫ് ബേസ്ഡ് പ്രാക്ടീസസ് എടുത്തേക്കുവാണ്. നമ്പർ ഓഫ് സൂസൈഡുകൾ കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് WHO ഒരു WHO സ്ട്രാറ്റജി ഇൻസ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ എടുത്താണ്. അപ്പോൾ ഈ WHO സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലാണ്. അപ്പോൾ ഇതിൽ കൂടിയിട്ട് ആ ഒരു സ്ട്രാറ്റജി ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അതിന്റെ കൂടെ നമ്മൾ കുറെ സെക്ടറൽ കൊളാബറേഷനൂടെ മൾട്ടിപ്പിൾ സെക്ടർ കൊളാബറേഷനൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയൊരു കൊഹസിവ് സ്ട്രാറ്റജി, ഒരു കൊളാബറേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ഇടുന്ന അത്ര റിഡക്ഷൻ കൊണ്ടുവരണം, 10% കുറയ്ക്കണം, 2030 ആകുമ്പോഴേക്കും കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരണം WHO സ്ട്രാറ്റജി അനുസരിച്ച് കേട്ടോ. അതാണ് ബേസിക്സ്. ബാക്കി കോറിലുള്ള സെക്ടറൽ കൊളാബറേഷൻസൂടെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ പുതിയ നാഷണൽ സൂസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? അവിടെ നമ്പർ ഓഫ് സൂസൈഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇൻ അഡിഷൻ ടു കമ്മിറ്റിംഗ് ടു establishing effective surveillance mechanisms within the next 3 years and psychiatric outpatient departments in all districts over 5 years, the strategy also intends to write in mental health in the curriculum in educational institutions within the next 8 years, addressing issues relevant to India, including access to pesticides and alcoholism, has set the strategy on the path towards achievement of the goals. It is, however, incumbent on the government to stay the course until the targets are achieved. Of course, in a federal country, any success is possible only if states are enthusiastic participants in the rollout. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. നമ്മൾ ഇതിനോട് കൂടെ ഇപ്പൊ ഈ പറഞ്ഞ സ്ട്രാറ്റജി എടുക്കുന്നതിന് കൂടെ വേറൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഈ ഒരു നാഷണൽ പോളിസി അനുസരിച്ച് കമ്മിറ്റ് ടു എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ. ഓർത്തോണെ, കമ്മിറ്റ് ടു എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു ഫ്രേസ് ആണ്. ഈ ഫ്രേസിന് ശേഷം ജെറണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ജെറണ്ട് വന്നിട്ടുണ്ട്. കമ്മിറ്റിംഗ് ടു എസ്റ്റാബ്ലിഷിംഗ് ആണ്. ടു എസ്റ്റാബ്ലിഷ് വരില്ല. സർവൈലൻസ് മെക്കാനിസം വേണം. നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന കാര്യത്തിലോട് നമ്മൾ കമ്മിറ്റ് ചെയ്യണം. എന്തിനോട് കമ്മിറ്റ് ചെയ്യണം? സർവൈലൻസ് മെക്കാനിസം നമുക്ക് വേണം. കാര്യം ഈ വരുന്ന 3 വർഷം വളരെ ക്രൂഷ്യൽ ഇയർ ആണ്. അപ്പൊ ഈ വരുന്ന 3 വർഷം നമ്മൾ കൃത്യമായിട്ട് അതിനെ സർവൈൽ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ കൃത്യമായിട്ട് അതിനെപ്പറ്റി നോട്ട് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സൈക്യാട്രിക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വേണം. വേണ്ട കുട്ടികൾക്കൊക്കെ മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കണം. അത് നിർബന്ധമായിട്ട് സൈക്യാട്രിക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ് കൊടുക്കണം എല്ലാ ഡിസ്ട്രിക്റ്റിലും. അപ്പൊ ഈ വരുന്ന 5 വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കോളാം. അതുപോലെ തന്നെ കാര്യം വെച്ചാൽ മെന്റൽ ഹെൽത്ത് കൃത്യമായിട്ട് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുട്ടികളിലെ മെന്റൽ ഹെൽത്ത് നോക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് എഡ്യൂക്കേഷണൽ കരിക്കുലത്തിൽ വരുന്ന 8 വർഷത്തിനുള്ളിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിരിക്കും എന്നൊരു പുതിയൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയോട് എടുക്കുമ്പോൾ ഇന്ത്യയുടെ അനുസരിച്ച് നമ്മൾ ചിന്തിക്കണം അല്ലെ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ റെലവെന്റ് ആയിട്ടുള്ളത്? ലൈക്ക് എന്താ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്രസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആക്സസ് ടു പെസ്റ്റിസൈഡ്സ്, ഇന്ത്യയിലെ റെലവെന്റ് ഇഷ്യൂസ് കുറച്ച് ഇതാണ്. ആൽക്കഹോളിസം അല്ലെ, പെസ്റ്റിസൈഡ്സോടുള്ള എന്താ ആക്സസ് കൂടുതലാണ് ഇന്ത്യയിൽ. കാരണം അഗ്രേറിയൻ സൊസൈറ്റിയാണ് നമ്മൾ ഇന്ത്യ. അപ്പൊ കൂടുതലും പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആക്സസ് കിട്ടുന്നത് പെട്ടെന്ന് ചാടി കയറി ആത്മഹത്യയാണ് തോന്നി ആദ്യം ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സാ. അപ്പൊ അത് ആൽക്കഹോളിസം, ഇതൊക്കെ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ റെലവെന്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഈ സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. മാത്രമല്ല ഇപ്പത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒബ്ലിഗേറ്ററി ആണ്. ഗവൺമെന്റ് വളരെ ശ്രദ്ധിച്ച് ക്രൂഷ്യലായിട്ട് ചിന്തിക്കേണ്ട, എസെൻഷ്യൽ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് ഗവൺമെന്റ് മസ്റ്റ് സ്റ്റേ ദ കോഴ്സ്. കൃത്യമായിട്ടും ആ ഡിറക്ഷൻ വെച്ച് സ്റ്റേ ദ കോഴ്സ് ആണ്, ബി ഇൻ ദ കോഴ്സ് എന്നാ പറയുന്നത്. ഡിവേറ്റ് ചെയ്യാതെ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാതെ ഒരു കാര്യം. ആൻഡ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ വേറെ എവിടേക്കും ഡിവേറ്റ് ചെയ്ത് പോകാതെ തന്നെ ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. കാര്യം നമ്മളൊരു ഫെഡറൽ കൺട്രി ജീവിക്കുമ്പോൾ അല്ലെ, ഒരു ഫെഡറൽ കൺട്രിയുടെ ഏറ്റവും വലിയ ഒരു ഫെഡറേഷന്റെ പ്രത്യേകത എന്താ? ഒരു ഫെഡറേഷന്റെ പ്രത്യേകത വെച്ചാൽ
അവിടെ സ്റ്റേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റിലൂടെ കൊടുക്കണം അല്ലെ. സ്റ്റേറ്റിന് ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഒരു ഫെഡറൽ കൺട്രിയിൽ സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ എന്തൊരു സക്സസും നേടിയെടുക്കണമെങ്കിൽ സ്റ്റേറ്റ്സിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ് ആയിട്ട് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് റോൾ ഔട്ട് ചെയ്യണം, എന്തൊരു പുതിയൊരു കാര്യം കൊണ്ടുവരണമെങ്കിലും ആ ഒരു പുതിയ ഒരു ഇത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ നടക്കില്ല. ദാറ്റ് ഈസ് എ ഫെഡറേഷൻ അല്ലെങ്കിൽ ഫെഡറൽ കൺട്രി എന്ന് പറയുന്നത്. സോ ഇവിടെ സ്റ്റേറ്റ്സ് എല്ലാം ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ്സ് മസ്റ്റ് ബി ഇൻവോൾവ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് അനലിറ്റിക്കൽ ആയ ഒരു ആർട്ടിക്കിൾ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു അല്ലെ. നല്ല ക്ലിയർ ആയിട്ട് എന്താണ് കോസസ്, എന്താണ് കോൺസിക്വൻസസ്, എന്താണ് ഇനി നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് സോ ക്ലിയർ. ബ്രീച്ചിങ് ട്രാഫിക് റൂൾസ് വിൽ കോസ് മെനി ആക്സിഡന്റ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. നന്ദകിഷോർ ഗ്രേറ്റ്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞ് ഇത് ക്ലിയർ ആയോ എന്ന്. ക്ലിയർ ആയെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റനിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസം ക്വസ്റ്റനിലോട്ട് പോവാണ്. ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റൻ പീപ്പിൾ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ. All stakeholders, primarily Russia, which started the war, has the responsibility to put in place the guardrails against escalation. നോക്കിക്കേ, ഇവിടെ എന്താണ് ഇവിടുത്തെ എറർ? കുറച്ച് പേര് എനിക്ക് ആൻസർ തന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ആൻസർ തന്നിട്ടില്ല. എനിക്ക് അതാണ് അറിയേണ്ടത്. എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ പീപ്പിൾ? ഒന്ന് പറയൂ, എന്താണ് ആൻസർ? All stakeholders, primarily Russia, which started the war, has the responsibility to put in place the guardrails against escalation. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? ഇവിടെ എനിക്ക് ആൻസർ തന്ന കുട്ടികൾ പറഞ്ഞനുസരിച്ച് നോക്കി, നമ്മൾ ഇവിടുത്തെ സബ്ജക്ട് തെറ്റിപ്പോയി. അതുകൊണ്ടാണ് സബ്ജക്ട് അനുസരിച്ച് വെർബ് വരുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരും. കോൺകോഡിൽ ബേസിക്കലി കോൺകോഡ് നോക്കിയാൽ നിങ്ങൾക്ക് എറർ പലപ്പോഴും കിട്ടും. ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സബ്ജക്ട് ഇവിടെ നോക്കി പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അല്ലാതെ റഷ്യ ആണ് ഇവിടുത്തെ സബ്ജക്ട് അല്ല. അവിടെ കോമ ഇട്ടേക്കുന്നുണ്ടോ? ഇത്രയും കോമ ഇട്ടേക്കുന്നുണ്ടോ? അപ്പൊ ഇവിടുത്തെ വേർബ് എന്താ? വേർബ് എന്ത് വേണം? പ്ലൂറൽ വേർബ് കൊടുക്കുക. ഹാസ്, റഷ്യ കണ്ടിട്ട് ഹാസ് ചാടിക്കറി എഴുതരുത് അല്ലെ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ സബ്ജക്ട്. അതനുസരിച്ച് വരുമ്പോൾ പ്ലൂറൽ വേർബ് കൊടുക്കുക, ഹാവ് കൊടുക്കണം. ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, primarily or especially Russia, which started the war, have the responsibility to put in place the guardrails against എന്ന് കൊടുക്കണം. That's it. Yes. Moving on, ഇന്നത്തെ ക്വസ്റ്റ്യൻ വളരെ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, ബട്ട് ഇറ്റ്സ് സിമ്പിൾ. ജസ്റ്റ് നോക്കിവിടാം. The new draft proposes the establishment of a data protection board of India, which strength and composition, the process of selection, etc., will be prescribed by the union government. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ടേക്ക് എ സ്ക്രീൻഷോട്ട്. അതുപോലെ തന്നെ ആൻസർ എനിക്ക് കോമെന്റ് സെക്ഷനിൽ തരാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ഇനിയും ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷുവർ ഷോട്ട് സെലക്ഷൻ, അതുപോലെ അഡാറ്റ് യൂണിവേഴ്സിറ്റി കേരള സെൻട്രൽ എക്സാംസ്. അപ്പൊ നമുക്ക് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. നമ്മുടെ SSC GDയിൽ ഇംഗ്ലീഷിലെ വിട്ടുകളയാൻ പാടില്ലാത്ത ടോപ്പിക്, പ്രൈമറി ടോപ്പിക്സുമായിട്ട് ഞാൻ വരുന്നുണ്ട്. നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റൻസും അതുപോലെ തന്നെ ആ ടോപ്പിക്കുകളെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ രാത്രി 7 മണിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറ്റുള്ളവർക്ക് മാക്സിമം. അതുപോലെ കോമെന്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ. എൻജോയ് യുവർ ഡേ പീപ്പിൾ. താങ്ക് യു.